നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു കെട്ടപ്പെട്ട ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് അൺലീഷ് ചെയ്തിട്ട് പുതിയ ഒരു റെവലേഷൻ, ഒരു വെളിപാടുണ്ടാക്കുക. നമ്മുടെ മനസ്സിലൊരു ഈശ്വര വിശ്വാസം, ഒരു ദൈവികത, പിന്നെയും ഒരു പോസിറ്റിവിറ്റി, ഒരു പോസിബിലിറ്റി എല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോ കഥാപാത്രവും ജീവിതം മുഴുവൻ അങ്ങനെയായി മാറട്ടെ എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മുടെ പ്രൊഫഷണൽ കോമ്പിറ്റൻസി കൂടുന്തോറും നമ്മൾ എത്രത്തോളം നമ്മുടെ പ്രൊഫഷനിൽ ബെറ്റർ ആവുന്നു, എത്രത്തോളം നമ്മുടെ ഗ്രിപ്പ് സ്ട്രോങ്ങർ ആവുന്നു, അപ്പൊ അത്ര കണ്ട് നമുക്ക് പൊസിഷണൽ പവറിനപ്പുറത്തേക്ക് നമുക്കൊരു പ്രൊഫഷണൽ പവർ കൂടെ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ക്രിറ്റിസിസംസ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ ഞാൻ ചിന്തിച്ചില്ല എന്നറിയോ, ഇതെല്ലാം ശരിക്കും വെർമി കമ്പോസ്റ്റ് ആണ്. ശരിക്കും ഏത് ഈ ക്രിറ്റിസിസംസ് പറയുന്നത് വെർമി കമ്പോസ്റ്റ്, ബെസ്റ്റ് മണ്ണിലെ കമ്പോസ്റ്റ് ആണിത്. ഈ സാധനം വീണാലുണ്ടല്ല, നിങ്ങളൊരു ചെടി ഒന്ന് വെട്ടി നോക്കിയാൽ നിങ്ങള് ആപ്പ മുളയ്ക്ക് അവിടെ 2 കമ്പ് 2 സൈഡില്, മനസ്സിലായ? അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. when you feel that you are right. നമ്മുടെ മനസ്സുകളുടെ യോജിപ്പ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അത് ഭാഷ മാത്രമല്ല, നോൺ വെർബൽ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ യോജിപ്പിക്കാൻ സാധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ലീഡർഷിപ്പും. കാരണം ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കണം, ഒരു ലക്ഷ്യബോധത്തോടുകൂടെ ഒരു വഴിക്ക് ഇറങ്ങി പുറപ്പെടാൻ സാധിക്കണം. നല്ല കാര്യത്തിന് ഈ ലോകമെമ്പാടും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 പാൻഡമിക്കിന്റെ ഈ ഒരു അതിന്റെ ദുഃഖങ്ങളിൽ നിൽക്കുമ്പോൾ മനുഷ്യ മനസ്സുകളിലേക്ക് പോസിറ്റിവിറ്റിയുടെയും പോസിബിലിറ്റിയുടെയും അനന്തമായിരിക്കുന്ന സാധ്യതകളെ എങ്ങനെ നമുക്ക് ഇൻസ്റ്റിൽ ചെയ്യാമെന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മൾ ഈ ടോക്ക് സീരീസ് തുടങ്ങിയിരിക്കുന്നത്. നമസ്കാരം, ഞാൻ മനോജ്. മിഷൻ ബെറ്റർ ടുമാറോയുടെ നേതൃത്വത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 7 മണിക്ക് നടത്തുന്ന പോസ് അഥവാ പോസിറ്റിവിറ്റി ആൻഡ് പോസിബിലിറ്റി ഫ്രൈഡേ ടോക്ക് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2006 മുതൽ പോലീസ് IG വിജയൻ സാറിനെ പോലെയുള്ളവരുടെ പിന്തുണയോടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് നന്മ ഫൗണ്ടേഷൻ. 14 വർഷമായിട്ട് ആരോഗ്യരംഗത്തും
കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്തും ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നന്മ കാഴ്ചവെച്ചത്. നന്മയുടെ ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ് മിഷൻ ബെറ്റർ ടുമാറോ അഥവാ MBT. നല്ല നാളെകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് മിഷൻ ബെറ്റർ ടുമാറോയുടെ ലക്ഷ്യം. ഈ കോവിഡ് കാലഘട്ടത്തിൽ മിഷൻ ബെറ്റർ ടുമാറോ ആരംഭിച്ച ഒരു സംരംഭമാണ് പോസ് അഥവാ പോസിറ്റിവിറ്റി ആൻഡ് പോസിബിലിറ്റി ടോക്ക് സീരീസ്. പുതിയ സാധ്യതകൾ കണ്ടെത്താനും മനുഷ്യ മനസ്സിൽ പോസിറ്റിവിറ്റി ഉണർത്താനും വേണ്ടിയാണ് പോസ് ടോക്ക് സീരീസ് ആരംഭിച്ചത്. ഇന്ന് പോസിന്റെ 4ാം പതിപ്പിലെ 36ാമത്തെ എപ്പിസോഡ് ആണ് ഇവിടെ നടക്കുന്നത്. ഈ സീരീസിൽ ലീഡർഷിപ്പിന് ബേസ് ചെയ്തിട്ടുള്ള ടോക്കുകളാണ് നടന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മേക്കിംഗ് എ ഡിസിഷൻ മേക്കിംഗ് എ ഡിഫറൻസ് അഥവാ മാറ്റത്തിനുതകുന്ന തീരുമാനങ്ങൾ. ഈ വിഷയത്തെ പറ്റി നമ്മളോട് ഇന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന 2 പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണ്. ആദ്യമായി ഗേറ്റ് ഫൗണ്ടേഷന്റെ കൺട്രി ഹെഡും NCTയുടെ മുൻ ചെയർപേഴ്സണും ആയ സന്തോഷ് മാത്യു IAS സാറിന് പോസിന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. സർ, വെൽക്കം ടു പോസ് ടോക്ക് ഷോ. രണ്ടാമതായി തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടറും കേരള കൃഷി വകുപ്പിന്റെ ഡയറക്ടറുമായ ഡോക്ടർ വാസുകി IAS മാഡത്തിന് പോസിന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. മാഡം, വെൽക്കം ടു പോസ് ടോക്ക് സീരീസ്. നമ്മുടെ ഈ അതിഥികളെ കുറിച്ചുള്ള ഹ്രസ്വമായ ഒരു വീഡിയോ കാണാം. മിഷൻ ബെറ്റർ ടുമാറോയുടെ ഈ സംരംഭത്തിൽ നമ്മളോടൊപ്പം ഒരുപാട് സുഹൃത്ത് സംഘടനകളും സുഹൃത്ത് വ്യക്തികളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവർ ചൈൽഡ് പ്രൊട്ടക്ടിംഗ് കേരള, കൗൺസിൽ ഓഫ് CBSE സ്കൂൾസ്, ഫെമിലിയ എഡ്യൂക്കേറ്റേഴ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പ്രോഗ്രാം, അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ, SCMS ഫൗണ്ടേഷൻ, നന്മ ഫൗണ്ടേഷൻ, US, UK, ബഹ്റൈൻ, JCA ആലപ്പുഴ, അതുപോലെ തന്നെ വേരിയസ് ചാപ്റ്റേഴ്സ് ഓഫ് റോട്ടറി അക്രോസ് കേരള എന്നിവയാണ്. ഇന്നത്തെ മിഷൻ ബെറ്റർ ടുമാറോയുടെ CEO ആയ മിഷൻ ബെറ്റർ ടുമാറോയുടെ CEO ആയ ശ്രീ സെയ്ഫ് മുഹമ്മദ് ആണ് നമ്മളോട് ഇന്ന് ഈ പ്രോഗ്രാമിന്റെ മോഡറേറ്റർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ചെയ്യുന്നത് എഞ്ചിനീയർ ആനന്ദമണി സാറാണ്. അദ്ദേഹം MBTയുടെ ലീഡേഴ്സിൽ ഒരാളാണ്. വോട്ട് ഓഫ് താങ്ക്സ് അർപ്പിക്കുന്നത് കൗൺസിൽ ഓഫ് CBSE മേധാവിയും നന്മ ഫൗണ്ടേഷന്റെ പ്രവർത്തകയുമായ ഡോക്ടർ ഇന്ദിര മാഡമാണ്. നമ്മുടെ ഈ ഷോയുടെ ബാക്ക് ബോൺ ആയ വിജയൻ സാറിനെ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. സാർ, വെൽക്കം. Thank you, Manoj. Thank you so much. Thank you, Santosh sir, Matthew sir. Thank you so much for joining us. And thank you. Thanks to Masuki also. Sir, two superstars are joining us today. That's we are really grateful to you. That is പോസിന്റെ 36ാമത്തെ പ്രസന്റേഷനാണ് ഞാൻ നടത്തുന്നത്. നേരത്തെ മനോജ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ മനുഷ്യനിലുള്ള
പോസിറ്റിവിറ്റിയും പോസിബിലിറ്റിയും എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിന് സഹായകരമാകുന്ന, അതിനെ ഇഗ്നേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സഹായകരമാവുന്ന വിധത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു ടോക്സ് ഷോ നമ്മൾ നടത്തിയത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ഒരു റെസ്പോൺസ് ലാസ്റ്റ് 36 വീക്സ് ഈ ഷോക്ക് കിട്ടിയെന്നുള്ളത് വളരെ അത്ഭുതകരമാണ്. അത് തന്നെയായിരിക്കും ഒരു പക്ഷേ ഞാൻ മറ്റ് പണികൾക്കിടയിലും അല്പസമയം ഇതിനു വേണ്ടി കാണാൻ പറ്റുന്നത്. വളരെ വെൽ ഓർഗനൈസ്ഡ് ആണ് MBT ടീം ദിസ് പ്രോഗ്രാം. സോ അതിനൊരു വ്യൂവേഴ്സായി നിൽക്കുന്ന എല്ലാവർക്കും തന്നെ ഒരിക്കൽ കൂടി നന്ദി പറയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ലീഡർഷിപ്പിന്റെ ഭാഗമായി തന്നെയുള്ള ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. ഡിസിഷൻ മേക്ക് നമ്മളെ തീരുമാനങ്ങളാണല്ലോ നമ്മളെ ലോകത്തെ തന്നെ പലപ്പോഴും നമ്മളെ തന്നെയും നമ്മുടെ ലോകത്തെയും മാറ്റിമറിക്കുന്നത്. ഇതിനു മുമ്പ് ലീഡർഷിപ്പിന്റെ പല മേഖലകളെ കുറിച്ചിട്ടും കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടും വിഷനെ കുറിച്ചിട്ടുള്ള വിവിധ ടോപ്പിക്കുകളിൽ അതിലെ എമിനന്റ് പേഴ്സണാലിറ്റീസ് ഡിസ്കസ് ചെയ്യേണ്ടായി. ഇതിന്റെ ഒരു പ്രത്യേകത ലിവിങ് ലെജൻഡ്സ് അല്ലെങ്കിൽ ഇതിലെ കൺസെപ്റ്റുകൾ ജീവിതത്തിൽ നടപ്പിലാക്കിയിരിക്കുന്ന പ്രാവർത്തികമാക്കിയിരിക്കുന്നവരാണ് എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരിക്കൽ കൂടി ദാറ്റ് ഇസ് മേക്കിംഗ് എ ഡിസിഷൻ. ഒരു ഡിസിഷൻ എങ്ങനെയാണ് നമ്മളെ ഒരു ഡിഫറൻസിലേക്ക് നയിക്കാം, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലീഡ്സ് ടു ദി ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇവിടെ ഒരുപക്ഷെ ഇന്നും നമ്മളെ നടുക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ 26 നവംബർ 2008 എന്നുള്ളത്. മുംബൈയിൽ കറാച്ചിയിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്ന 2 പാകിസ്ഥാനി ടെററിസ്റ്റുകൾ കേരളത്തെ, മുംബൈയെ മാത്രമല്ല ഇന്ത്യയെ മൊത്തത്തിൽ നടുക്കിയിരിക്കുന്ന ഒരു സംഭവം നമുക്കറിയാം. 170ഓളം പേരാണ്, 170ഓളം അതിൽ ഒരുപാട് വിദേശികൾ ഉൾപ്പെടെ ഇരിക്കുന്ന ഈ ഇന്നസെന്റ് ആയ ആളുകളാണ് അതിനകത്ത് കൊല്ലപ്പെട്ടത്. നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് ക്യാപിറ്റലിനെ അത് മൊത്തത്തിൽ ഞെട്ടിക്കുകയും അത് പിന്നീട് ഉണ്ടാക്കിയിരിക്കുന്ന അതിന്റെ ടെൻഷൻ എന്ന് പറഞ്ഞത് വളരെ കൂടുതലായിരുന്നു. ഒരുപക്ഷെ അതിൽ ഈ പറയുന്ന കക്ഷി മുഹമ്മദ് അജ്മൽ അമീർ ഖസാബ് എന്ന് പറയുന്ന ഒരുത്തനെ മാത്രമാണ്, 10 ആതങ്കവാദിമാർ വന്നത്, 10 ടെററിസ്റ്റുകൾ വന്നതിൽ ഒരാളെ മാത്രമേ നമുക്ക് പിടിക്കാൻ പറ്റിയുള്ളൂ എന്നുള്ളത് ചരിത്രമാണ്. ഈ നൊട്ടോറിയസ് ആയിരിക്കുന്ന പാകിസ്ഥാൻ ബേസ്ഡ് ലഷ്കർ ഇ തോയ്ബയുടെ ഒരു പ്രവർത്തകനായിരിക്കുന്ന ഖസാബ്, അവര് 10 പേരടങ്ങുന്ന ഒരു ടീമിനെ, അന്നത്തെ പോലീസ് ടീം അവിടുന്ന് അദ്ദേഹത്തെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യും, പിന്നീട് അവരെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതും ഒരു ചരിത്രമാണ്. പക്ഷെ എങ്ങനെയാണ് ഈ ഖസബിലേക്ക് എത്തിയിരിക്കുന്നത്? ഈ കാണുന്ന ഒരു ഫോട്ടോ ഒരുപക്ഷെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ധീര രക്തസാക്ഷികളിൽ ഒരാളാണ്. തുക്കറാം ഓംബ്ലെ എന്ന് പറയുന്ന ഒരു ASI. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സാധാരണ നിലക്ക് ഒരു തുക്കറാം അദ്ദേഹം ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കെ അവിടേക്ക് വന്നിരിക്കുന്ന ഈ ഖസാബ് അവിടെ വരികയും അവിടേക്ക് എത്തിപ്പെടുകയും തുരുതുര വെടിവെച്ചിട്ട് 30ഓളം വെടിയുണ്ടകൾ അദ്ദേഹത്തിൽ ഏറ്റിരിക്കുമ്പോഴും ആ ഖസാബിന്റെ മുറുകെ പിടിച്ചിട്ട് ആളുകളെ ഏൽപ്പിച്ചിട്ടാണ് അതിൽ മരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ പലപ്പോഴും ആ ഒരു തീരുമാനം, അതായത് ഞാൻ മരിച്ചാലും വേണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ മരിച്ചാലും ശരി, ഈ ഭീകരനെ പിടിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു തീരുമാനം, അതാണ് ഒരു പക്ഷേ ഈ മുംബൈ അറ്റാക്കിൽ പാകിസ്ഥാന്റെ കൈയുണ്ടെന്നും പാകിസ്ഥാന്റെ ആളുകളാണ് ഇവിടെ വന്നതെന്നും ലോക സമക്ഷം കാണിക്കാൻ ഇന്ത്യക്ക് പറ്റി. ഒരുപക്ഷെ അജ്മൽ ഖസാബ് പോലും അദ്ദേഹം കൂടി കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഒരു തെളിവും പറ്റില്ല. ഒരാളെയെങ്കിലും ജീവനോടെ പിടിവെക്കുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് മറ്റൊരു കക്ഷിയുടെ പങ്കിനെ കാണിക്കാൻ പറ്റൂ. ഈ ഒരു ജീവത്യാഗം നൽകിക്കൊണ്ട് അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ധീര ദേശസ്നേഹിയാണ് തുക്കാറാം ഓംബ്ലെ. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും വിചാരിക്കും വലിയ കമാൻഡോസിന് ഉണ്ടായിരിക്കേണ്ട ആകാര സൗഷ്ഠം, സാഹചര്യങ്ങൾ, ട്രെയിനിങ്, ഇതെല്ലാം ഒരുപക്ഷെ നിങ്ങൾ നോക്കിയാൽ ഈ ഓംബ്ലയിൽ കാണില്ല. പക്ഷെ അദ്ദേഹത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ദൃഢനിശ്ചയവും എന്തിനു വേണ്ടിയിട്ടാണോ താൻ ആ ഒരു തീരുമാനം എടുത്തത് എന്നുള്ളതിനെ കുറിച്ചൊരു ഉത്തമ ബോധ്യവുമാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ജീവത്യാഗത്തിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അദ്ദേഹത്തിന്റെ പീസ് ടൈമിലെ ഏറ്റവും വലിയ ദേശീയ പുരസ്കാരമായിരിക്കുന്ന അശോക ചക്ര കൊടുക്കുകയും ഒരുപക്ഷെ ഇന്ത്യയുടെ ഏറ്റവും വലിയ രക്തസാക്ഷികളിൽ ഒരാളായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നു. ഒരു തീരുമാനം
ഒരു രാജ്യത്തിന് നൽകിയിരിക്കുന്ന മാറ്റവും ഒരു വ്യക്തിക്ക് നൽകിയിരിക്കുന്ന അന്തസ്സിന്റെ ഉയർച്ചയുമാണ് ഇത് കാണിക്കുന്നത്. എന്താണ് ഡിസിഷൻ എന്ന് പറയുന്നത്? ഡിസിഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രത്യേകിച്ചും നമ്മൾ പലപ്പോഴും ഡിസിഷൻസ് ഒക്കെ പറയുമ്പോൾ എന്താണ് അതിന്റെ ഒരു മീനിങ് എന്നുള്ളതിനെ കുറിച്ച് ചോയ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചോയ്സ്, തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ്, അത് ഒരുപാട് സാധ്യതകളെ, ഒരുപാട് പ്രോസ് ആൻഡ് കോൺസസിനെ കുറിച്ചിട്ട് നമ്മൾ അന്വേഷിച്ചതിന് ശേഷം നമ്മളെടുക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ഒരു ചോയ്സിനെയാണ് ഒരുപക്ഷെ ഡിസിഷൻ എന്ന് പറയുന്നത്. ചില ഈ ആന്റോണി റോബിൻസൺ പോലെയുള്ള ആളുകൾ ജയന്റ് അവൈക്കൻ എന്ന് പറഞ്ഞ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട്, ഡിസയർ പ്ലസ് ആക്ഷൻ ആണ് ഡിസിഷൻ. വെറും ഒരു ആഗ്രഹം കൊണ്ട് ഡിസിഷൻ ആവില്ല, ഡിസയറിന്റെ കൂടെ ആക്ഷനും കൂടി ഉണ്ടായിരിക്കുമ്പോഴാണ് ഡിസിഷൻ ആയി മാറുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ബേസിക്കലി ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സിറ്റുവേഷൻ, നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു ലീഡർ ആയിരുന്നാലും വ്യക്തിയായിരുന്നാലും ഒക്കെ പലപ്പോഴും പല സിറ്റുവേഷനുകളെ കാണാറുണ്ട്. ആ സിറ്റുവേഷനുകളിൽ എന്താണ് ആ സിറ്റുവേഷനിലെ പ്രോബ്ലം എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുക. ആ വ്യക്തി മനസ്സിലാക്കുന്നവർ കൂടെ ഇത് സോൾവ് ചെയ്യുക വഴി ഞാൻ നേടിയെടുക്കേണ്ടതിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുക, അതിനെ ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് ഈ പ്രോബ്ലത്തെ വളരെ കൂലങ്കുഷമായിട്ട് അനലൈസ് ചെയ്യുക, ഡയഗ്നൈസ് ചെയ്യുക, എന്താണ് പ്രോബ്ലം എന്നുള്ളത്. എന്നതിന് ശേഷം ഇങ്ങനെ അനലൈസ് ചെയ്ത് വരുന്ന സമയത്ത് അത് സോൾവ് ചെയ്യാനുള്ള വിവിധ സാധ്യതകളെ, ചോയ്സസ് നമ്മുടെ മുമ്പിൽ വരും. ആ ചോയ്സസിൽ ഏറ്റവും പലതിനെ കുറിച്ചിട്ടും പരസ്പരം അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആ ഇവാലുവേഷനിൽ ഒരു ബെസ്റ്റ് ചോയ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കും, ബെസ്റ്റ് പോസിബിലിറ്റീനെ തിരഞ്ഞെടുക്കും. അത് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു ഡിസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം, ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കപ്പെടുന്നു എന്നാണ് അനുഭവസ്ഥന്മാർ പറയുന്നത്. പലപ്പോഴും തന്നെ നമ്മളെ പെട്ടുന്ന ഒരു പ്രശ്നം, നമ്മളൊരു തീരുമാനം എടുക്കുന്നത് ഒരുപാട് മുൻവിധികൾ നമ്മളെ തീരുമാനങ്ങളിലേക്ക് കയറിക്കൂടാറുണ്ട്. അത് ഒന്നുകൂടി ഒരു റീസൻസി ആയിരിക്കും. എന്താണ്, തൊട്ടു മുമ്പ് നടന്നിരിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും ഇലക്ഷനിലൊക്കെ സംഭവിക്കുന്ന തൊട്ടു മുമ്പ് നടന്നിരിക്കുന്ന ഒരു ഇമേജ് ഒരു പലപ്പോഴും വോട്ടിങ്ങിലൊക്കെ സാധിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷന്റെ ഉള്ള ലഭ്യത, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക. ചിലപ്പോൾ നമ്മൾ ദേഷ്യത്തിന്റെ സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ സങ്കടത്തിന്റെ സമയത്താണ് അപ്പോഴൊരു തീരുമാനം എടുക്കുന്നത്. പക്ഷേ ആ ഒരു ഇമോഷൻസിനെ ബേസ് ചെയ്തിരിക്കും. ചിലപ്പം ചില വ്യക്തികളെ കണ്ടിട്ട്, ആ വ്യക്തികളെ പോലെ നിൽക്കുന്ന ആളുകളെ കണ്ടിട്ട് നമ്മൾ ചില ജഡ്ജ്മെന്റിലേക്ക് എത്താറുണ്ട്. ചിലപ്പോൾ നമ്മൾ റീജിയനിലായിരിക്കുന്നു. അപ്പം ചിലർ പറയും തമിഴന്മാർ, അന്യ സംസ്ഥാനക്കാർ, അവർ ഇന്നൊരു ടൈപ്പ് ആയിരിക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പം നമ്മളെ കമ്മ്യൂണലായിരിക്കുന്നതോ ജാതീയമായിരിക്കുന്ന ചിന്തകളും പലപ്പോഴും ഇന്ത്യയെ പോലെയുള്ള സ്ഥലത്ത് തീരുമാനങ്ങളിലേക്ക് നയിക്കാറുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഫേസ് ചെയ്തിരുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് ഞാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം രാവിലെ ഒരു കോള് കിട്ടി. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതായിരുന്നു: 50 മോട്ടോർ ബൈക്കും 40 കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ 10ഓളം ഗോൾഡ് ചെയിൻസുമായിട്ട് ഒരു ടീമിനെ പിടിച്ചിട്ടുണ്ട്. കേട്ട സമയത്ത് വളരെ സന്തോഷം തോന്നി. കാരണം ഇത്രയും കൂടുതൽ കള്ളന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ പോലീസുകാർക്ക് ഒരു മീൻപിടുത്തക്കാർക്ക് ചാകര കിട്ടുന്ന പോലെയാണ് ഒരു കൂട്ടം കള്ളന്മാരെ കിട്ടുന്നത്. അപ്പൊ അതിന്റെ നടുത്തിരുന്ന് ഞങ്ങളും ചിലപ്പോൾ ഫോട്ടോ കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ നേരെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ ഈ പ്രോപ്പർട്ടി എല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ പ്രതികൾ എവിടെയാണുള്ളതെന്ന്. അങ്ങനെ അവരെന്നെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു 30ഓളം പേരെ കാണിച്ചിരുന്നു. ആ 30ഓളം പേരിലുള്ള പ്രത്യേകത, ആ 30ഓളം പേരും എന്തായിരുന്നു, കുട്ടികളായിരുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം, നമ്മുടെ നിലവിലുള്ള ജയിൽ സംവിധാനം ഓവർ ക്രൗഡഡ് ആണ്. എക്സിസ്റ്റിംഗ് ജയിൽ എന്ന് പറയുന്നത് 3 times മോർ ദാൻ ദ എക്സിസ്റ്റിംഗ്, അതിന്റെ കപ്പാസിറ്റിയാണ്. അതുപോലെ തന്നെയല്ല, ഈ കുട്ടികളുടെ പ്രത്യേകിച്ചും ജുവനൈൽ ക്രൈമിൽ പെട്ടിരിക്കുന്ന കുട്ടികളെ പലപ്പോഴും തന്നെ ജുവനൈൽ ഹോമിലേക്കാണ് പോകുന്നത്. ഈ ജുവനൈൽ ഹോമിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ക്രൈമിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. അങ്ങനെ പിടിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ അവരുമായി സഹവസിക്കുമ്പോൾ അവരിലുള്ള ക്രിമിനാലിറ്റി വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതേസമയം ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രത്യേകത, ഞാനൊരു നിയമം നടപ്പിലാക്കാൻ, നിയമം എൻഫോഴ്സ് ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതോടൊപ്പം സോഷ്യൽ റിയാലിറ്റി എന്ന് പറഞ്ഞത്, ഇവരെ കുറ്റവാളികളാക്കി മാറ്റപ്പെട്ടാൽ ജയിലുകളിലേക്കോ കാരാഗ്രഹത്തിലേക്കോ വിട്ടുകഴിഞ്ഞാൽ അവർ കൂടുതൽ ഹാർഡൻഡ് ആയിരിക്കുന്ന ക്രിമിനലായി വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഒരു രാജ്യത്തിന് നാഷണൽ അസറ്റായി മാറാവുന്നത് ഒരു വലിയ നാഷണൽ ലയബിലിറ്റി ആൻഡ് നാഷണൽ ഡേഞ്ചറായി മാറാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു സമയത്ത് എന്ത് തരത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും എടുക്കുക എന്നതൊരു വലിയൊരു കാര്യമായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലും വന്നു. സാമൂഹ്യ പ്രതിബദ്ധത അല്പമെങ്കിലും തോന്നുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ സമൂഹത്തെ സ്നേഹിക്കുന്ന, കുട്ടികളെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും തോന്നിയേക്കും. എന്തായിരിക്കും നിങ്ങൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ എടുക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു പക്ഷേ ഈ ചർച്ചയുടെ അവസാനത്തിൽ അതിനൊരു മറുപടി നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു വിജയൻ സാർ. വളരെ ഇൻഫോർമേറ്റീവും വളരെ ഗാഢവുമായ ഒരു പ്രസന്റേഷൻ ആയിരുന്നു വിജയൻ സാറിന്റെ ഭാഗത്തുനിന്നുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്.
വിജയൻ സാറിന്റെ ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചാറ്റ് ബോക്സ് ഇപ്പോൾ ഓപ്പൺ ആവും. നിങ്ങളുടെ ഉത്തരങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുക. ആരും സ്വയം പരിചയപ്പെടുത്തേണ്ടതില്ല. ആ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം ഇടുക. വൺസ് അഗെയിൻ ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് ടോക്ക് ഷോ. ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നതിനായി ശ്രീ സെയ്ഫ് മുഹമ്മദിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. Thank you so much, Manoj ji. Thank you, Vijayan sir. നമുക്ക് നമ്മുടെ ചർച്ച ആരംഭിക്കേണ്ട സമയം ആവുകയാണ്. നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ നന്മ ഫൗണ്ടേഷന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള മിഷൻ ബെറ്റർ ടുമോറോ ഈ കോവിഡ് കാലഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ള പോസ്റ്റ് പരമ്പര ഇങ്ങനെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ജനമനസ്സുകളിൽ നിറച്ചുകൊണ്ടും അതുപോലെ തന്നെ പുതിയ സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ജനമുന്നേറ്റമായി മാറുന്ന അവസ്ഥയിലാണുള്ളത്. നമുക്കറിയാം, ഇപ്പൊ സൂം നോക്കിക്കഴിഞ്ഞാൽ 1000 ആളുകൾ ഓൾറെഡി സൂമിൽ വന്നു കഴിഞ്ഞു. കുറെ ആളുകൾ ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ഫേസ്ബുക്ക് പേജിലും മറ്റുമൊക്കെ ഇതിന്റെ ഷെയർ പോയിക്കൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫേസ്ബുക്കിലും സൂമിലും ഒക്കെ ആയിട്ട്. നമുക്ക് ലീഡർഷിപ്പാണ് നമ്മുടെ ഇപ്പോ തീം. അതിൽ തന്നെ മാറ്റത്തിനുതകുന്ന തീരുമാനങ്ങൾ എന്നതാണ് ഇന്നത്തെ വിഷയം. നയപരമായിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങൾ കൊണ്ട് മാറ്റത്തിന് നേതൃത്വം നൽകുന്നതിൽ ഏറെ നാളത്തെ അനുഭവ പരിചയ സമ്പത്തുള്ള സന്തോഷ് മാത്യു സാറ്, അതുപോലെ തന്നെ വളരെ ക്രിയാത്മകമായിട്ടുള്ള തീരുമാനങ്ങളിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരികയും അതുവഴി ജനമനസ്സുകളിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ വാസുകി മാഡം എന്നിവരാണ് നമ്മുടെ അതിഥികൾ. വളരെ അനുയോജ്യരായിട്ടുള്ള 2 ആളുകളെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഒട്ടും സമയം പാഴാക്കാനില്ല. നമുക്ക് നേരെ നമ്മുടെ ചർച്ചയിലേക്ക് കടക്കാം. എനിക്ക് തോന്നുന്നു നമുക്ക് സന്തോഷ് മാത്യു സാറിൽ നിന്ന് തുടങ്ങാം. സർ, വൺസ് അഗെയിൻ വെൽക്കം ആൻഡ് ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. താങ്ക് യു സർ. അപ്പൊ സാറിന്റെ അടുത്ത് നമ്മൾ തുടക്കത്തിൽ സാറിന്റെ അടുത്ത് അറിയാനുള്ള ഒരു കാര്യം, വളരെ സങ്കീർണമായിട്ടുള്ളതും അതുപോലെ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള നിരവധി സംരംഭങ്ങൾക്ക് ദേശീയ തലത്തിലും അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിലും ഒക്കെ നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ് സാറ്. അപ്പൊ സാറിന് ഈ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മേക്കിംഗ് എ ഡിസിഷൻ, മേക്കിംഗ് എ ഡിഫറൻസ് എന്നുള്ളതാണല്ലോ സാർ. അപ്പൊ ഈ ഒരു ടോപ്പിക് സാറിന്റെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് ആമുഖമായിട്ട് ഞങ്ങളോട് സാറിന് പങ്കുവെക്കാനുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞാൽ നന്നായി. ആദ്യമായിട്ട് ഈ IGP വിജയനും പോസ്റ്റ് എന്നുള്ള ഈ പരിപാടി ആസൂത്രണം ചെയ്യാൻ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. എൻ്റെ മനസ്സിൽ ഡിസിഷൻ മേക്കിങ്ങും ഒരു ഇൻഡിവിജ്വലിന്റെ ഇന്നർ ബീയിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസമായുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഡിസിഷൻ ഇസ് നോട്ട് സംതിങ് വിച്ച് ഇസ് സെപ്പറേറ്റ് ഫ്രം വാട്ട് ഓർ ഹൂ യു ആർ. ഞാൻ ഡിസിഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ മുമ്പിൽ വരുന്നത് ഒരു മനുഷ്യന്റെ വേൾഡ് വ്യൂ എന്താണ്, വാട്ട് ഇസ് ഹിസ് വ്യൂ ഓഫ് ദ വേൾഡ്, വാട്ട് ഡസ് ഹി വാണ്ട് ടു ഡു വിത്ത് ഹിസ് ലൈഫ്. സ്വന്തം ഉന്നതിയെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന ഒരു മനുഷ്യനാണോ, അതോ ആ സ്വന്തം ഫാമിലിയും കൂടെ ഉണ്ടോ, അത് മാത്രമേ ഉള്ളോ, സ്വന്തം കാസ്റ്റ് മാത്രമേ ഉള്ളോ, സ്വന്തം റിലിജൻ മാത്രമേ ഉള്ളോ, സ്വന്തം സ്റ്റേറ്റിലെ ആൾക്കാർ മാത്രമേ ഉള്ളോ, അതോ ദ ബ്രദർഹുഡ് ആൻഡ് സിസ്റ്റർഹുഡ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. നമ്മുടെ ഉപനിഷത്തിൽ പറയുന്നത് വാസുദൈവ കുടുംബകം എന്നുള്ളൊരു നോഷൻ ഉള്ള ഒരു മനുഷ്യനാണോ ഞാൻ എന്ന് നമ്മുടെ വേൾഡ് വ്യൂ ആദ്യം നമ്മൾ സ്ഥാപിക്കണം. ആ വേൾഡ് വ്യൂവിൽ നിന്നാണ് നമ്മുടെ ഡിസിഷൻസ് ഓരോന്നായിട്ടും. ഈ ഡിസിഷൻ ഇത് വലിയ IGP വിജയൻ ഇപ്പൊ പറഞ്ഞല്ലോ, ഈ ഷെയർഡ് വിത്ത് us the example of that great police ASI in Mumbai whose courage resulted in the capture of a dreaded terrorist. He gave the ultimate sacrifice. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ അൾട്ടിമേറ്റ് സാക്രിഫൈസ് കൊടുക്കണമെന്നില്ല. എന്നാലും ചെറുതായും വലുതായുള്ള ഓരോ ഡിസിഷൻ അതിന്റെ പുറയിൽ അതിന്റെ ബേസിസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ വേൾഡ് വ്യൂ ആണ്, നമ്മുടെ മോറൽ ഫൈബർ, നമ്മുടെ മോറൽ ക്യാരക്ടർ. ആ മോറൽ ക്യാരക്ടർ നമ്മൾ എത്രയും വേഗതമായിട്ട് നമുക്ക് തന്നെ അതിന്റെ ക്ലാരിറ്റി വരുന്നുവോ അതുപോലെ ഇരിക്കും നമ്മുടെ ഡിസിഷന്റെ ക്വാളിറ്റിയും ഡിസിഷന്റെ ഫേർമ്നെസ്.
അങ്ങനെ ഒരു ക്ലാരിറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കൊളീഗ്സിനും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും നമ്മൾ പ്രേരണ കൊടുത്ത് അങ്ങനെ ഒരു സ്ഥിതിയിൽ എത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഡിസിഷൻ മാത്രമല്ല, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നതും നമ്മുടെ കൂടെ ജീവിതത്തിൽ സഞ്ചാരിക്കുന്ന എല്ലാവർക്കും നമുക്ക് ഒരു മാതൃകയായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. അപ്പൊ ഞാൻ ഡിസിഷൻ മേക്കിങ്ങിനെ ഒരു സയൻസ് ആയിട്ട് കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ഡിസിഷൻ മേക്കിംഗ് നമ്മുടെ ഇന്നർ ബീയിങ്, നമ്മുടെ ഇന്നർ കോറിൽ നിന്ന് വരുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇംഗ്ലീഷിൽ ഒരു പദാർത്ഥമുണ്ട്, വേർ യു സ്റ്റാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ വേർ യു സിറ്റ്. എനിക്ക് എന്നെ ഓർമ്മയുണ്ട്, എന്റെ കൂടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ബീഹാറിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആലോചിച്ചിരുന്ന ഒരു സ്റ്റാൻഡ്, ഒരുപാട് ഇമ്പോർട്ടന്റ്, ഞാൻ കാര്യം ഡീറ്റെയിൽ പറയുന്ന ഒരു വെരി ഇമ്പോർട്ടന്റ് സ്റ്റാൻഡ് പുള്ളിക്കാരൻ എടുത്തിരുന്നപ്പോൾ വേറൊരു ഡിപ്പാർട്ട്മെന്റ്, ഫൈനാൻസ് മിനിസ്ട്രിയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ തലവനിൽ പോയപ്പോൾ പുള്ളിക്കാരൻ ഹെൽത്തിലിരുന്ന ആ ഡിസിഷൻ കംപ്ലീറ്റ് 360 ഡിഗ്രി ഉൾട്ടായിട്ട് ഫൈനാൻസിൽ പോയപ്പോൾ എടുത്തു. അതിന്റെ അർത്ഥം പുള്ളിക്കാരൻ കാല് മാറിയെന്നല്ല, വേർ ഹി സ്റ്റാൻഡ്സ് ഡിപ്പെൻഡ്സ് ഓൺ വേർ ഹി സിറ്റ്. അതൊരു ഒഫീഷ്യൽ കാര്യത്തിൽ മാത്രം. പക്ഷെ പേഴ്സണൽ കാര്യങ്ങളിലും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ വേൾഡ് വ്യൂവിൽ നിന്ന് വരും നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ആൻഡ് ദ നേച്ചർ ഓഫ് ദ ഡിസിഷൻസ് വി ടേക്ക്. താങ്ക് യു. തീർച്ചയായിട്ടും സാർ, എനിക്ക് തോന്നുന്നത് ഡിസിഷൻ മേക്കിങ്ങിന്റെ കുറച്ചും കൂടി മാനവികമായിട്ടുള്ള വശത്തെ കുറിച്ചാണ് സാറ് സംസാരിച്ച് തുടങ്ങിയത്. നമ്മുടെ ക്വാളിറ്റി എന്താണ്, അതിനനുസരിച്ചാണ് നമ്മുടെ ഡിസിഷൻസ് ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു മെസ്സേജാണ് സാർ പാസ് ചെയ്തത്. സാറിന്റെ അടുത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. നമുക്കൊന്ന് വാസുകി മാഡത്തിന്റെ അടുത്തേക്ക് പോവാം. മാഡം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. കേൾക്കാമല്ലോ അല്ലേ മാഡം? യെസ്, കേൾക്കാം. മാഡം, മാഡത്തിനോടും എനിക്ക് തോന്നുന്നു ഈ ചർച്ച തുടങ്ങി വെക്കുമ്പോൾ ചോദിക്കാനുള്ള ചോദ്യം അത് തന്നെയാണ്. കാരണം മാഡവും തന്നെ ഒരുപാട് നാളത്തെ, പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലൊക്കെ ഒരുപാട് പരിചയമുള്ള ആളാണ്. അപ്പൊ ഇത്രയും നാളത്തെ ഒരു പരിചയ സമ്പത്തിൽ നിന്ന് ഈ മേക്കിംഗ് എ ഡിസിഷൻ, മേക്കിംഗ് എ ഡിഫറൻസ് എന്നുള്ളൊരു വിഷയം കേട്ട സമയത്ത് മാഡത്തിന്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ, ആമുഖമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പങ്കുവെച്ചിട്ട് നമുക്ക് ബാക്കി ചർച്ചയിലേക്ക് പോവാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യം വിജയൻ സാറിനും ഈ ഓർഗനൈസേഷനും ഞാൻ നന്ദി പറയുവാണ് ഇങ്ങനെ ഒരു അവസരം കൊടുത്തതില്. എനിക്ക് ഡെസിഷൻ മേക്കിംഗ് ആൻഡ് ലീഡർഷിപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്നത് എന്ന് പറയുന്നത്, ടു മീ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ക്രിയേറ്റിംഗ് ഫോളോവേഴ്സ്, ബട്ട് ഇറ്റ് ഇസ് അബൌട്ട് ക്രിയേറ്റിംഗ് മോർ ലീഡേഴ്സ്. അപ്പോ ഇത് ഞാൻ വളരെ ഒരു അടിസ്ഥാനപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ എന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ എത്രമാത്രം എന്ത് കാര്യങ്ങൾ ചെയ്താലും, ഏത് ഒരു ഇനീഷ്യേറ്റീവ് എടുത്താൽ പോലും അതില് ഒരു ടീം, നല്ല ടീം ഉണ്ടാവണം. ആ ടീമിനെ നന്നായിട്ട് നമ്മൾ എനേബിൾ ചെയ്യണം. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ഓരോരുത്തർക്കും ഓരോരോ കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് ആ കപ്പാസിറ്റി അനുസരിച്ച് അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ജോലികളോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളോ ഏൽപ്പിക്കണം. അങ്ങനെയുള്ള ഒരു enabling others to become leaders and enabling others to achieve their fullest potential. അത് എൻ്റെ ഒരു ജീവിതത്തിന്റെ ഒരു ഫിലോസഫി എന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിന്റെ ഫിലോസഫി എന്ന് പറയുന്നത്, ഇപ്പോ സന്തോഷ് സർ പറഞ്ഞു വാസുദേവ കുടുംബകം. അത് ഞാൻ വളരെ വിശ്വസിക്കുന്ന ഒരു വാക്കാണ്. എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്, വി അൺനെസസറി ഡിവൈഡ് ourselves. പക്ഷേ നമ്മൾ എല്ലാവരും മനുഷ്യന്മാരാണ്. I mean, whether you are a woman or a man, you're a Hindu, you're a Muslim, you're a Christian, you're a Tamilian, you're a Malayali, you're a Hindi, you're a Chinese, or a Pakistani, എല്ലാവരും അൾട്ടിമേറ്റ്ലി ഹ്യൂമൻസ് ആണ്. എന്റെ ഒരു ഫിലോസഫി ഇൻ ലൈഫ് എന്ന് പറയുന്നത്, എല്ലാ ഹ്യൂമൻ ബീയിങ്സും they have the goodness in them. That is what I strongly believe. Everybody has the goodness in them. എന്റെ ഒരു റോൾ ഈ ലോകത്തെ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഗുഡ്നെസ് ഹാസ് ടു ബി ബ്രോട്ട് ഔട്ട് ഫ്രം എവറി സിംഗിൾ പേഴ്സൺ. ഇതാണ് എന്റെ ലൈഫിന്റെ ഒരു മോട്ടോ.
to bring the goodness out of every person. He might be the worst person in so many others' eyes. പക്ഷെ എന്റെ കണ്ണില് I'll only look at him as a human being. Because എത്ര വലിയ വളരെ എന്താ പറയുന്നത് വളരെ ക്രൂവൽ ആക്ട്സ് ചെയ്ത ഒരു മനുഷ്യനും പോലും there is a goodness in them, and maybe it was sabotaged or jeopardized. അത് പുറത്ത് വരാതിരിക്കാൻ അവരുടെ സിറ്റുവേഷൻസും അവരുടെ എക്സ്പോഷേഴ്സും കാരണമാവാം. സോ അങ്ങനെയുള്ള ഒരു ഫിലോസഫിയാണ് എന്റെ ഡെസിഷൻ മേക്കിങ്ങിന് ഗൈഡിങ് ഫാക്ടർ ആയിട്ട് ഇരിക്കുന്നത്. ഇത് ഈ ഒരു കാഴ്ചപ്പാടാണ്, ഈ ഒരു ഫിലോസഫിയാണ് എന്റെ ഡെസിഷൻ മേക്കിങ്ങിന്റെ എന്റെ ഒരു ഗൈഡിങ് ഫാക്ടർ. അതുപോലെ തന്നെ the other thing is that അപ്പൊ അതുകൊണ്ട് എന്ത് ഡെസിഷൻ എടുത്താലും whether I am bringing the best in the society, whether I am bringing the best for the nation, for the world, എന്ന ഒരു ഇതിലേക്കാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ I don't know when, I don't remember when exactly, പക്ഷേ there was a time when I came across this serenity prayer which really got stuck with me. ഇത് എനിക്ക് എന്റെ ജീവിതത്തിൽ അടുത്ത ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഈ സെറനിറ്റി പ്രേയർ എന്ന് പറയുന്നത് എന്റെ ഒരു ഗൈഡിങ് ഫാക്ടർ ആണ്. ഈ ഒരു സെറനിറ്റി പ്രേയർ ഞാൻ ഒന്ന് വായിക്കാം. God grant me the serenity to accept the things I cannot change, to change the things I can, and the wisdom to know the difference. It is a very, very deep, it has a very deep meaning, and I have memorized it. God grant me the serenity to accept the things I cannot change, courage to change the things I can, and wisdom to know the difference. But chala karyangal, we cannot change. And for example, enda valiya mooko alladhe enda valiya kaado enakku maatran sadikkunnilla. Appo adu nammal accept cheyanam. പക്ഷേ എനിക്ക് മാറ്റാൻ കഴിയുന്നത് എന്റെ സ്വഭാവം മാറ്റാം, എന്റെ ശീലങ്ങൾ മാറ്റാം, ഞാൻ മറ്റവർക്ക് ഉദാഹരണപരമായിട്ട് ജീവിക്കാനുള്ള മാറ്റങ്ങൾ എന്റെ ജീവിതത്തിലും എന്റെ പേഴ്സണാലിറ്റിയിലും എനിക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ എന്റെ പുറത്ത് ഉള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. All we have to do is to pick up the courage. ഈ കറേജ് ആണ് മിക്കവാറും നമ്മൾ മറന്നു പോകുന്നത്. എന്റെ അഭിപ്രായത്തിൽ നമുക്ക് ലോകത്ത് എന്ത് നല്ല മാറ്റം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സാധിക്കും. അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും സാധിക്കും. As I said, every human being is capable of doing that. പക്ഷെ വേണ്ടത് ആ ഒരു വിഷൻ വേണം, വിശ്വാസം വേണം, കറേജ് വേണം. ഇത് വന്നു കഴിഞ്ഞാൽ ആ മാറ്റം കൊണ്ടുവരാനുള്ള ഡെസിഷൻസും അതിനായിട്ടുള്ള അറിവും അത് തന്നെ വന്നുള്ളൂ. പക്ഷെ ആ മാറ്റം സാധിക്കുമെന്ന് ഒരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ട്. അത് അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും നോക്കുന്നത്. എനിക്ക് എത്രയോ മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഒത്തിരി വെല്ലുവിളികളും ഒത്തിരി തടസ്സങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയും അത് മാറ്റങ്ങളുടെ ഒരു പാതയിൽ പോകുമ്പോൾ വരുന്ന ഒരു ചെറിയ ചെറിയ കല്ലുകളാണ്. അത് കടന്നു പോയാലേ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് എപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഞാൻ ഇതുവരെ എല്ലാത്തിനും whether it is personal life or professional life, I always believe in changing this world to become a better place. I keep working on myself and also on the outside space to make it a better place. Thank you so much, madam. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് മാഡം നമുക്ക് വേണ്ടിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും മനുഷ്യന്റെ ഒരു ക്വാളിറ്റി, ആ ക്വാളിറ്റി തന്നെയാണ് മനുഷ്യൻ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പുറകിൽ എന്നുള്ളത് സന്തോഷ് സാർ പറഞ്ഞതിന്റെ ഏറ്റവും ഉദാർത്ഥമായിട്ടുള്ള ചില വാക്കുകളിലൂടെ മാഡം അതൊന്നും കൂടി റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് സന്തോഷ് സാറിന്റെ അടുത്തേക്ക് തിരിച്ചു പോവാം. അതിനു മുമ്പ് നമ്മുടെ വിജയൻ സാർ പ്രസന്റ് ചെയ്ത സമയത്ത് നമ്മുടെ മുന്നിൽ ഒരു സമസ്യ വെച്ചിരുന്നു. അതായത് ഇത്തരത്തിൽ സാമൂഹിക വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളെ നമ്മുടെ മുന്നിൽ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഒരു തീരുമാനം, ഏറ്റവും നല്ല തീരുമാനം അവിടെ എന്തായിരിക്കും എന്നുള്ള ഒരു സമസ്യ നമുക്ക് മുമ്പിലുണ്ട്. ചാറ്റ് ബോക്സിൽ ഉത്തരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷന് പകരം നിങ്ങൾക്ക് അതിനോടുള്ള പ്രതികരണങ്ങളാവട്ടെ ചാറ്റിൽ നിറയുന്നത്. ഈ ലോകത്ത് മലയാളം സംസാരിക്കുന്നവർ എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നൊക്കെ ആളുകൾ ഇത് കാണാൻ വേണ്ടി
ജോയിൻ ചെയ്തിട്ടുണ്ട്. കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, രക്ഷിതാക്കളുണ്ട്, അധ്യാപകരുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മെസ്സേജസ് വളരെ വലിയ മാറ്റം ജനങ്ങളിൽ, പുതിയ തീരുമാനങ്ങളും നല്ല തീരുമാനങ്ങളും എടുക്കാൻ സഹായിക്കുന്നതിൽ യാതൊരുവിധ സംശയമില്ല. നമുക്കൊന്ന് സന്തോഷ് സാറുടെ അടുത്തേക്ക് പോവാം. സാറിന് സിവിൽ സർവീസിൽ ഏകദേശം 32 വർഷത്തെ പരിചയ സമ്പത്തുണ്ട്. ഇപ്പൊ ജീവകാരുണ്യ മേഖലയിലും ഒരുപാട് കാലത്തെ പരിചയമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് സാർ. ഇപ്പൊ ദിവസേന എന്നോണം വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയോ എടുത്തുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഈ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ സാറിനെ ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സാറിനെ സ്പർശിക്കുന്ന ചില മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാം. That is a very interesting question. So let me give you an example. എൻ്റെ അമ്മ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് വിഭാഗത്തിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. പുള്ളിയെ കുറിച്ച് ഞാൻ കൊച്ചുകാലങ്ങൾ തൊട്ടേ കേട്ട ഒരു കഥയാണ്. കാലത്തെ 7:30 മണിക്ക് she will be there standing outside the outpatient department of Sri Outtam Tirunal Hospital. 7:30 മണിക്ക് കാലത്തെ പുള്ളിക്കാരി അവിടെ നിൽക്കും. ആരൊക്കെ വഴക്ക് പറയാനോ ഒന്നുമില്ല, നിൽക്കും. അതോടുകൂടി എല്ലാവർക്കും അറിയാം, നഴ്സായാലും ശരി, ഡോക്ടറായാലും ശരി, ആരായാലും ശരി, അവർക്കറിയാം 7:30 മണിക്ക് മുമ്പേ അവരവരുടെ സ്ഥലം പിടിച്ചില്ലെങ്കിൽ അവര് മാഡത്തിനെ കാണുമ്പോൾ അവിടുന്ന് തന്നെ അങ്ങ് തിരിഞ്ഞു പോയിട്ട് ലീവ് എഴുത്ത് കൊടുത്ത് അയച്ചേക്കും. അത് വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ്? ഇറ്റ്സ് എ വെരി സിമ്പിൾ ആക്ട്. The principle behind this is that unless you are able to set an example, മാതൃകയായിട്ട് സ്വന്തം ചെയ്യാനൊക്കാത്തൊരു കാര്യം നമ്മൾ മറ്റുള്ളവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ആലോചിക്കുക പോലും ചെയ്യാതിരിക്കുക. ഈ ഡിസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ എടുത്താൽ മാത്രം പോരല്ലോ, സാധിച്ചുകൊണ്ട് എടുക്കണ്ടേ. വെറുതെ 8 വീട്ടിലെ ഒരു ഓർഡർ ഇടുക, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിൽ ഓർഡർ ഇടുക, എല്ലാവരും 7:30 മണിക്ക് OPD എത്തിക്കണം എന്നൊരു ഓർഡർ ഇട്ടിട്ട് 8 മണിക്ക് വീട്ടിൽ പതുക്കെ ചാപ്പാട് കഴിച്ചിട്ടങ്ങ് ചെന്നാൽ ഡിസിഷൻ ആണല്ലോ. ആ ഡിസിഷൻ നമുക്ക് സാധിച്ചെടുക്കാൻ ഒക്കുമോ? So the first principle that I have kept all in my life is that do not expect or do not take decisions on behalf of others or for yourself that you are unable to carry out yourself. That is number one. Number two, നമ്മൾ എടുക്കുന്ന എല്ലാ ഡിസിഷനും 100% ശരിയാകണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് എല്ലാത്തിനും. പക്ഷേ നമ്മൾക്ക് മിസ്റ്റേക്ക് വരുത്താനുള്ള ഒരു ഹ്യൂമിലിറ്റി ഉണ്ടല്ലോ. ആ ഹ്യൂമിലിറ്റി ദാറ്റ് ഐ എം വില്ലിംഗ് ടു മേക്ക് മിസ്റ്റേക്സ് ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ്, ആ ഹ്യൂമിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ഡിസിഷൻ എടുക്കാൻ ഒക്കത്തില്ല. എനിക്ക് എത്രയോ പേരറിയാം, ഐ നോ ഈവൻ വെരി സീനിയർ IAS ഓഫീസേഴ്സ്, നല്ല ബുദ്ധിയുണ്ട്, നല്ല കാഴ്ചപ്പാടുണ്ട്. പക്ഷെ എന്താണ് പ്രശ്നം? ഫെയിലിയർ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് എന്താ ഡിസിഷൻ എടുക്കാൻ ഒക്കത്തില്ല, ആലോചിച്ചോണ്ടേയിരിക്കും. So your ability to take success with failure എന്ന് വെച്ചാൽ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ എത്രയെല്ലാം ആലോചിക്കാവോ ആലോചിക്കാം. എൻ്റെ അച്ഛൻ ഒരു വക്കീലായിരുന്നു, തിരുവനന്തപുരം വഞ്ചിയൂര് ആയിരുന്നു പുള്ളിക്കാരൻ്റെ പ്രാക്ടീസ് ഫോർ മെനി ഇയേഴ്സ്. അപ്പൊ അപ്പച്ചൻ പറയുകയായിരുന്നു, ഒരു ജഡ്ജിന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എത്രയോ പേർക്കോ ഭയങ്കര കോൺസിക്വൻഷ്യൽ ഡിസിഷൻ ആണല്ലോ ജഡ്ജസിന് എടുക്കേണ്ടത്. ഇറ്റ് ക്യാൻ ഈവൻ ബി ലൈഫ് ആൻഡ് ഡെത്ത്, യു ക്യാൻ സെന്റൻസ് സംബഡി ടു ഡെത്ത്. അപ്പോൾ ഒരാളെ തൂക്കാനായിട്ട് ശിക്ഷിച്ചു കഴിഞ്ഞിട്ട് താങ്കൾക്ക് എങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങാൻ ഒക്കും? അപ്പോൾ ജഡ്ജി പറഞ്ഞ ഉത്തരം അപ്പച്ചൻ്റെ അടുത്ത് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ജഡ്ജ്മെന്റ് എഴുതുന്നതിന് മുമ്പേ 3 ദിവസം 4 ദിവസം ഒരാഴ്ച ഉറക്കിളച്ചിരുന്ന ഉള്ള എല്ലാ പഠിപ്പും ചെയ്ത് ചോദിക്കേണ്ടത് വാട്ട് ഓൾ ഡൗട്ട്സ് ഉണ്ടോ അത് ക്ലിയർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു ഡിസിഷൻ എഴുതി കഴിഞ്ഞാൽ ഞാനൊരു കുഞ്ഞു ശിശുവിനെ പോലെ സുഖമായിട്ട് ഉറങ്ങും.
The meaning, therefore, is do all you have to do before you take your decision. Don't lament its consequences. That does not mean that if you make a mistake, you should not learn from it. ഞാൻ അധിക കാലവും ജെസ്വിറ്റ്സ് നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലേള സ്കൂൾ ട്രിവാൻഡ്രത്ത് ഞാൻ 7ാം ക്ലാസ് വരെ 1972 വരെ പഠിച്ച. അത് കഴിഞ്ഞിട്ട് ലേള കോളേജ് മദ്രാസിൽ ഞാൻ എന്റെ BA ഇക്കണോമിക്സ് ചെയ്താണ്. 81 ഞാൻ എന്റെ BA ഇക്കണോമിക്സ് ചെയ്തു. അപ്പൊ ജെസ്വിറ്റ്സിന്റെ തമ്മിൽ ഒരു പ്രാക്ടീസ് ഉണ്ട്. അവരുടെ ഡിസിഷൻ മേക്കിംഗ് പ്രാക്ടീസ് എന്താന്ന് വെച്ചാൽ ദർ സംതിങ് കോൾഡ് ഡെവിൾസ് അഡ്വക്കേറ്റ്. എന്ന് വെച്ചാൽ ഒരു ഡിസിഷൻ ഓഫ് കോൺസിക്വൻസ് എടുക്കണമെങ്കിൽ അവര് 2 സൈഡായിട്ട് തിരിയും. ഒരു സൈഡിന്റെ ജോലി എന്താന്ന് വെച്ചാൽ ആ ഡിസിഷന്റെ പ്രോ ആയിട്ട് ആർഗ്യൂ ചെയ്യുക, മറ്റൊരു സൈഡ് അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ആർഗ്യൂ ചെയ്യുക. ആ 2 സൈഡും ആർഗ്യൂ ചെയ്യുമ്പോൾ അതിന്റെ ഫുൾ കോൺസിക്വൻസസ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊരു കമ്മ്യൂണിറ്റി എന്നുള്ള രൂപത്തിൽ അവർക്ക് ഡിസിഷൻ എടുക്കാൻ നോക്കും. അതാണ് നമ്മുടെ ലീഗൽ സിസ്റ്റത്തിന്റെയും ബേസിസ്, അടിസ്ഥാനം. നമ്മുടെ കോർട്ട് സിസ്റ്റത്തിന്റെ അടിസ്ഥാനം അതല്ലേ? പ്രോസിക്യൂഷൻ, ഡിഫൻസ്. Each side argues their case and then the judge sits in judgment. നമ്മൾ പലപ്പോഴും നമ്മുടെ ഫാമിലിയിലായാലും ശരി, നമ്മുടെ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ ആയാലും ശരി, നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ഡിസിഷൻ മേക്കിംഗ് ഒക്കും. It can be a collective decision, especially inside our families. Our families has become such a contested arena where there should be peace that is reigning, understanding that's reigning. But imagine a situation where you can actually have a free and frank discussion, where each side argues not because so much that they believe in it, but because they want to bring out the consequences of either side, and they together as a family take a decision. I think these are the 2 biggest of values that I have learned, and both have been from my parents and from my education that I have benefited from. Thank you. താങ്ക് യു സോ മച്ച് സാർ. വളരെ കൃത്യമായിട്ടുള്ള ചില മെസ്സേജസ് ആണ് സാർ നമുക്ക് തന്നത്. തീർച്ചയായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളത് പ്രാവർത്തികമായി പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. ആ ഒരു ഫ്രീ ആൻഡ് ഫ്രാങ്ക് ഡിസിഷനെ കുറിച്ച് സാർ വളരെ വാചാലമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. നമുക്കൊന്ന് മാഡത്തിന്റെ അടുത്തേക്ക് പോവാം. വാസുകി മാം, മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളികളുടെ മനസ്സിൽ ഒരുപോലെ ഇടം പിടിച്ചിട്ടുള്ള ആളാണ് മാഡം. പ്രത്യേകിച്ചും 2018 നമ്മുടെ പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാഡത്തിന്റെ വളരെ മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകൾ. ഇപ്പൊ പ്രളയം പോലെയുള്ള ഒരു പ്രകൃതി ദുരന്തത്തിന്റെ ഒരു പ്രത്യേകത, നമുക്ക് അവിടെ ഒരു തീരുമാനം എടുക്കാൻ സമയം വളരെ കുറവാണ്. പക്ഷെ എടുക്കുന്ന തീരുമാനങ്ങൾ പാളിപ്പോവാനും പറ്റില്ല. ഈ പാളിപ്പോവാതെ ഇത്രയും പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനങ്ങൾ വളരെ ക്രിയാത്മകമായി അവിടെ തീരുമാനം എടുത്ത ഒരാളെന്നുള്ള നിലക്ക് ഈ മാഡം അവിടെ സ്വീകരിച്ച ഡെസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ട് മാഡം അവിടെ സ്വീകരിച്ച ഒരു അപ്രോച്ച്, ഒരു സമീപനം, അതെന്തായിരുന്നു എന്നൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു ദുരന്തം എന്ന് വരുമ്പോ നമുക്ക് ശരിക്കും ആലോചിക്കാൻ അത്രയും സമയം ഉണ്ടാകാറില്ല. ആൻഡ് ഇവിടെ ഞാൻ ആലോചിച്ച് നോക്കുമ്പോ എല്ലാവരും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് പോലും ഇതിന്റെ മറുപടി അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞ. I myself do not know what I did, how I acted, because എന്റെ അഭിപ്രായത്തിൽ it just happened. അപ്പൊ എങ്ങനെയാണ് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് ഒരു കാര്യം, ഞാൻ ഒരുപാട് ആലോചിച്ചപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വിജയൻ സർ ആദ്യം തന്നെ ഒരു ഉദാഹരണം കാണിച്ചു. ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ സമയത്ത് ഒന്നും അത്രയും ആലോചിച്ച് കാണത്തില്ല. He acted out of something which is there in all of us. എല്ലാവരുടെ മനസ്സിലുമുണ്ട്. ആ സമയത്ത് he didn't think too much, like, you know, I mean, ഇവര് വിടണോ വേണ്ടയോ, you know, I mean, is my life important or his life is important? ഇല്ല. He was in touch with his very deep inner self. ആ ജീവൻ പോകുന്ന ആ ഒരു സമയത്ത്, ആ ഒരു ഇന്റൻസ് സിറ്റുവേഷനില് ഇത് എല്ലാ ഒരുപാട് ആൾക്കാർ ഇത് യുനോ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഫ്രാൻസില് ഒരു ആഫ്രിക്കൻ മാൻ, ഇത് ഒരു വീഡിയോ വളരെ വൈറൽ ആയിരുന്നു സമീപകാലത്ത്, ഒരു 2-3 വർഷം മുമ്പ്.
ഫ്രാൻസിലെ ഒരു ആഫ്രിക്കൻ മാന് അവിടെ ഒരു കുട്ടി 4ാമത്തെ ഫ്ലോറിൽ നിന്ന് ഇറ്റ് വാസ് ഹാങ്ങിങ് ബൈ ഇറ്റ്സ് വൺ ഹാൻഡ്. 4ാമത്തെ ഫ്ലോറിൽ നിന്ന് ഐ തിങ്ക് 1.5-2 വയസ്സ് കുട്ടിയായിരിക്കും. ആ കുട്ടി 4ാമത്തെ ഫ്ലോർ, ബിൽഡിങ്ങിന്റെ 4ാമത്തെ ഫ്ലോറിൽ നിന്ന് ഇറ്റ് വാസ് ജസ്റ്റ് ഹാങ്ങിങ്. അപ്പോ പുള്ളിക്കാരൻ ഇത് കണ്ട ഉടൻ തന്നെ, ഐ മീൻ പിന്നെ ഓഫ് കോഴ്സ് ഇപ്പൊ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ഇത് കണ്ട ഉടൻ തന്നെ എന്തോ ഒരു ടാർസാൻ പോലെ ഇത്രയും 4 ബിൽഡിങ്ങിനെയും ബാൽക്കണിയുടെ ആ ഒരു ഇത് വെച്ച് തന്നെ കയറി. ആൻഡ് ഹി ക്ലൈംബ് ഇറ്റ്. ഐ മീൻ ഇറ്റ് വാസ് ലുക്കിംഗ് ലൈക്ക് സം ഗ്രാഫിക്സ്. പക്ഷെ ഇത് റിയൽ വീഡിയോ ആണ്. ഒരു ഗ്രാഫിക്സ് പോലെ പുള്ളിക്കാരൻ കയറി ആ കുട്ടിയെ രക്ഷിച്ചു. ആൻഡ് ഹി വാസ് ഗിവൻ ദർ പ്രസിഡൻഷ്യൽ ഹോണർ. ആൻഡ് അവിടെ ബേസിക്കലി ഹീസ് എൻ ആഫ്രിക്കൻ മാൻ. ഐ തിങ്ക് ഹി വാസ് ഫ്രം കെന്യ ഓർ ഐ എം നോട്ട് ഷുവർ. അപ്പോൾ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ ഫ്രഞ്ച് സിറ്റിസൺഷിപ്പ് കൊടുത്ത് അവിടെ ജോലിയും കൊടുത്ത് അങ്ങനെ പുള്ളിക്കാരനും കൊടുത്തു. അപ്പോ ആ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോ ആ പുള്ളിക്കാരനും പറയാൻ സാധിച്ചിട്ടില്ല. ഹി സെഡ്, എനിക്കറിയത്തില്ല, എനിക്ക് അപ്പൊ ഒരു ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നു, ആ കുട്ടിയെ രക്ഷിക്കണം. എങ്ങനെ ഞാൻ ഇങ്ങനെ കയറി എനിക്ക് അറിഞ്ഞൂടാ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഇൻസ്റ്റിങ്ക്ട്, ഇറ്റ് ഈസ് ദേർ ഇൻ ഓൾ ഓഫ് us. ഈ ഇൻസ്റ്റിങ്ക്ട് എന്ന് പറയുന്നത് വെൻ വി ആർ ഇൻ ടച്ച് വിത്ത് എ വെരി ട്രൂ സെൽഫ്, നമ്മുടെ ശരിക്കും നമ്മുടെ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് വളരെ ഒരു ഡീപ്പ് വിഷയമാണ്. അതേക്കുറിച്ച് എനിക്ക് സംസാരിക്കണമെങ്കിൽ എനിക്ക് 1 മണിക്കൂറെങ്കിലും സമയം വേണം. പക്ഷെ ഈ ഒരു ഇൻസ്റ്റിങ്ക്ട് നമുക്ക് ഒരു ഒറ്റ ഉദ്ദേശ്യം, ആ സമയത്ത് ഇപ്പൊ പ്രളയത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ശരിക്കും വി ആർ in a way that we are expected to act in a disaster. അത് ഞങ്ങളുടെ കർത്തവ്യമാണ്, ഞങ്ങളുടെ കടമയാണ്. അത് അത് ചെയ്യണം, അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് കേരളത്തിൽ സംഭവിച്ചത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആസ് എ ഹ്യൂമൻ ബീങ് ഇറ്റ് റിയലി അഫക്റ്റഡ് മീ. വളരെ വളരെ ഓപ്പൺ ആയിട്ട് പറയണമെങ്കിൽ ഐ വാസ് റിയലി അപ്സെറ്റ്. ഐ മീൻ it felt like as if it's going to be the end of the world. Even though I mean it felt like that. Evide nokiyalum vellakettaan aatkar marikkunnu. It felt like it was we are coming to an end of the world. And idu endanu vechu kazhinjal njan ee bhoomiyude kalavastha kurichum ee kalavastha vyadhyanatine kurichum orupaadu vaayichathu kondu inganeyulla duranangal koodum ennu orupaadu njan campaigns കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇതൊക്കെ ഒരു 50 വർഷം കഴിഞ്ഞ് ഇതൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരും എന്ന് എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയത്തിലാണ് 50 വർഷം വരെ വെയിറ്റ് ചെയ്തില്ല നമ്മുടെ പ്രകൃതി. നമ്മളെ തന്നെ എന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രളയം വന്നു, അടുത്ത് പാൻഡമിക് വന്നു. അപ്പോ പ്രകൃതി വെയിറ്റ് ചെയ്യുന്നില്ല. അതാണ് നമ്മൾ ചെയ്ത തെറ്റുകളെ നമ്മൾ നിവർത്തിക്കാൻ, നമ്മുടെ തിരുത്താനുള്ള സമയം പ്രകൃതി കൊടുക്കുന്നില്ല ഇപ്പോ. എന്നാലും ഇപ്പൊ ഇതൊക്കെ ഞാൻ കണ്ടപ്പോ ഈ പ്രളയം വന്നപ്പോ ശരിക്കും വളരെ അപ്സെറ്റ് ആയിരുന്നു. ആൻഡ് അപ്പൊ എനിക്ക് തോന്നിയത് ഓക്കെ, ദർ ഇസ് നോ പോയിന്റ് ഇൻ ഗെറ്റിംഗ് അപ്സെറ്റ്. ദി ഓൺലി തിങ് വി ഹാവ് ടു ഡു ഇസ് ആക്ട്. ആൻഡ് ഈ സമയത്ത് ഒരു ലീഡറായിട്ട് നമുക്ക് ഇവിടെ ഒത്തിരി എനർജി എനിക്ക് കാണാൻ സാധിച്ചു. ചെറുപ്പക്കാരുടെ തമ്മിൽ എല്ലാവർക്കും അതാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് എല്ലാവരും വേർ ആക്ടിങ് ഇൻസ്റ്റിങ്ച്വലി. അവർക്കെല്ലാം ഒറ്റ ഉദ്ദേശം, ഈ 1000കണക്കിലുള്ള വോളണ്ടിയർമാര് കേരളം മുഴുവൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവരെല്ലാവരും എനിക്ക് അത് കാണാൻ സാധിച്ചു. വിത്ത് മൈ മെന്റൽ ഐ കുഡ് സീ ദാറ്റ് ഇവരെല്ലാം തന്നെ അങ്ങനെ അവരുടെ മൈൻഡ് ഉപയോഗിച്ചല്ല അവര് ജോലി ചെയ്തത്. അവരുടെ ഹൃദയം ഉപയോഗിച്ചിട്ടാണ് അവരുടെ ജോലി ചെയ്തത്. they were all acting on their deep, very deep based human nature and human instinct. So അപ്പൊ ആ ഇൻസ്റ്റിങ്ക്ട് എനിക്കത് എന്റെ മെന്റൽ ലൈൻ മുഴുവൻ എനിക്ക് കാണാൻ സാധിച്ചു, എനിക്കത് ഫീൽ ചെയ്യാൻ സാധിച്ചു, എനിക്കത് ഉണരാൻ സാധിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇൻസ്റ്റിങ്ക്ട് ഇനിയും നമ്മൾ ലൈവാക്കി വെക്കണം ഒരു ലീഡറായിട്ട്. അതാണ് എന്റെ കർത്തവ്യം എന്ന് എനിക്കൊരു ജസ്റ്റ് ഇത്രയും പറയുന്ന നേരം പോലും അല്ല, സമയം പോലും അല്ല ഇത്രയും ചിന്തകൾ വന്നത്. ഇതെല്ലാം വന്നത് ജസ്റ്റ് ഒരു ഫ്ലാഷ് ഓഫ് എ തോട്ടാണ്. അപ്പോ ഇത്രയും പേര് ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ഇവരെ നമ്മള് പ്രോത്സാഹിക്കണം, ഈ ഒരു ഹ്യൂമൻ സ്പിരിറ്റ്. അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രളയത്തില് ഞാന് എല്ലാവരുടെ കണ്ണിലും എല്ലാവരുടെ ആക്ഷനിലും കണ്ട ഒരു ഹ്യൂമൻ സ്പിരിറ്റ് ഒരു വ്യക്തിയായിട്ട് എന്നെ തന്നെ മാറ്റി. I felt അപ്പോ ഞാൻ as I said, I believe that every human being has goodness in them, and every human being can act their best
provided the situation and is there, and also I mean അത് അവര് ഉണരണം, അത്രയേ ഉള്ളൂ. ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അത് ഉണരണം. അപ്പൊ അത് ഒരു ദുരന്തം വന്ന് ഉണർന്നതാണ് ദുർഭാഗ്യവശമായിട്ട് സംഭവിച്ചത്. എനിക്ക് അത് മാത്രമേ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഐ ന്യൂ അറ്റ്ലീസ്റ്റ് എനിക്ക് എന്റെ ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് അത് സന്തോഷം കൊടുത്തത് this human spirit is still alive on this planet. അത് എനിക്ക് ഒത്തിരി കോൺഫിഡൻസ് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ വ്യതിയാനവും കൂടി ആ ഹ്യൂമൻ സ്പിരിറ്റ് കൊണ്ട് മാറ്റാൻ സാധിക്കും എന്ന് വ്യക്തിപരമായിട്ട് എനിക്കൊരു കോൺഫിഡൻസ് കൊടുത്തു. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ ഒരു ആഫ്രിക്കൻ മാൻ പോലെയോ അല്ലത് ആ പേര് പോലീസ് ഉദ്യോഗന്റെ പേര് പെട്ടെന്ന് ഓർമ്മയില്ല, അങ്ങനെ അവർ മാത്രം ചെയ്യാൻ പറ്റും എന്ന് ഓരോരുത്തരും ആലോചിക്കരുത്. എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. ബിക്കോസ് ഈ ഒരു ഹ്യൂമാനിറ്റി നമ്മുടെ എല്ലാവരുടെ മനസ്സിലുമുണ്ട്. അത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് പ്രശ്നം. അത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദുരന്തം വരുമ്പോ നമ്മൾ എല്ലാവരും എണ്ണിച്ച് ആ ഹ്യൂമൻ സ്പിരിറ്റ് പുറത്തോട്ട് കൊണ്ടുവരണു. പക്ഷെ അത് വളരെ ദുർഭാഗ്യവശമാണ്. ഈ ഹ്യൂമൻ സ്പിരിറ്റ് നമുക്ക് ഓരോ ദിവസവും പുറത്ത് കൊണ്ടുവന്ന് ആ ഹ്യൂമൻ സ്പിരിറ്റ് വഴി നമ്മള് ലോകത്ത് ഓരോരുത്തർക്കും മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. I believe in the human power. I believe in people's power, and I believe that everybody has this power. And that is what I witnessed in the floods, and I want to share it with all of you. Thank you so much, madam. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മനുഷ്യന്റെ ഉള്ളിലുള്ള നന്മ ഓരോ ദിവസവും നമ്മൾ അതിനൊരു ദുരന്തം വന്നെത്തേണ്ട കാര്യമില്ല. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള നന്മയെ ഓരോ ദിവസവും നമ്മൾ ഉണർത്തുകയും അതിനെ പരിപോഷിക്കുകയും വേണമെന്നുള്ള വലിയൊരു ലെസനാണ് മാഡം ഷെയർ ചെയ്തത്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ദുരന്തമുഖം പോലെയുള്ള അവസരങ്ങളിൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയിൽ നിന്നല്ല, പലപ്പോഴും സംഭവിക്കേണ്ടത് ഹൃദയത്തിൽ നിന്നാണ് എന്നുള്ള വലിയൊരു മെസ്സേജ് കൂടി മാഡം തന്നു. നമുക്ക് സമയത്തിന്റെ പരിമിതിയുണ്ട്, അതുകൊണ്ട് രണ്ടോ ഡിസ്കഷൻ പോയിന്റ്സ് കൂടി വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ചെറിയൊരു അനൗൺസ്മെന്റ് ഉള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ ജനമുന്നേറ്റമായിട്ട് മാറുന്ന അവസ്ഥയുണ്ട്. 36ാമത്തെ ടോക്കിലാണുള്ളത്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഏകദേശം ഒരു 3 ലക്ഷത്തോളം ആളുകളെ ഈ ലൈവ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഈ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളത് വലിയ ഭാഗ്യമായി കരുതുന്നു. നമ്മൾ ഇനി ഈ പോസ്റ്റിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷനിലേക്ക്, ഒരു ഗ്ലോബൽ വേർഷനിലേക്ക് കൂടി പോവുകയാണ്. എല്ലാ മാസവും ഇനി മുതൽ ഒരു ഇംഗ്ലീഷ് വേർഷൻ കൂടി ഉണ്ടാവും. മലയാളം എന്നുള്ള ഒരു ലാംഗ്വേജ് ബാരിയറിന് അപ്പുറത്തേക്ക് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഇത്തരത്തിലുള്ള നല്ല സന്ദേശങ്ങൾ എത്തിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ്. ഡിസംബർ 11 അടുത്ത വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഇംഗ്ലീഷ് വേർഷൻ ആരംഭിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യം. ആദ്യ എപ്പിസോഡിൽ തന്നെ, അതിന്റെ ലോഞ്ചിങ് എപ്പിസോഡിൽ തന്നെ നമ്മളോടൊപ്പം എത്തുന്നത് നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയിട്ടുള്ള, സമാധാനത്തിന്റെ നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയിട്ടുള്ള കൈലാഷ് സത്യാർത്ഥി സാറാണ്. അടുത്ത വെള്ളിയാഴ്ച 7 മണിക്ക് ഇതേ സമയം ഇതേ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും പരമാവധി ആളുകളെ ഇതിലേക്ക് പങ്കെടുപ്പിക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നമ്മുടെ സന്തോഷ് മാത്യു സാറിന്റെ അടുത്തേക്ക് ഒന്നുകൂടി പോവാം. സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ വലിയ ഒരു നേട്ടമായിട്ട് നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു കാര്യം, സാർ ഈ നോബൽ സമ്മാനം കിട്ടിയ അഭിജിത് ബാനർജി സാറിനെ പോലെയുള്ള അല്ലെങ്കിൽ എസ്തർ ഡഫ്ലോ പോലെയുള്ളതുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു. സാറിന്റെ അവരോടൊപ്പം ചേർന്നിട്ടുള്ള സാറിന്റെ സമീപകാല പ്രബന്ധം പറയുന്നത് ഈ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിലൂടെ അഴിമതി 24% കുറക്കാൻ കഴിയുമെന്നാണ്. അപ്പൊ ഈ അഴിമതി കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള പരീക്ഷണാത്മകമായിട്ടുള്ള രീതികൾ ഉപയോഗിച്ച ഒരു അപൂർവ സന്ദർഭം കൂടിയായിരുന്നു സാറിന്റെ ഈ പ്രബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രബന്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ഡിസിഷൻ മേക്കിംഗ് ആണ് സാർ, ടെക്നിക്കൽ ആണ് അവിടെ സമീപിച്ചത് എന്ന് വളരെ ചുരുക്കി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഒരു IAS ഓഫീസർ എന്നുള്ള സിറ്റുവേഷനിൽ പല ഡിപ്പാർട്ട്മെന്റ്സിന്റെയും മേൽഗാവിയായിട്ട് ജോലി ചെയ്യേണ്ട അവസരം എനിക്ക് ലഭ്യമായിരുന്നു. അതിലൊന്നായിരുന്നു ബീഹാറിലെ റൂറൽ ഡെവലപ്മെന്റ്, ഗ്രാമീണ വികാസ വിഭാഗത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഞാൻ ഏകദേശം 6 കൊല്ലത്തെ പഠനം കഴിഞ്ഞിട്ട്, ഇംഗ്ലണ്ടിൽ 6 കൊല്ലം MSCയും PhDയും ചെയ്യാനായിട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് സർക്കാരിനെ പോസ്റ്റ് ചെയ്തൊരു വിഭാഗമായിരുന്നു ഇത്. അപ്പോൾ വരുമ്പോൾ ഞാൻ അവിടെ കാണുന്ന എന്താന്ന് വെച്ചാൽ, ഈ MGNREGS എന്ന് പറഞ്ഞ ആ പരിപാടിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഭാരത് സർക്കാർ തരുന്ന പൈസ വെച്ചാണ് നമ്മൾ നടത്തുന്നത്, എസ്പെഷ്യലി വേജസ്. ബീഹാർ എന്ന് വെച്ചാൽ ദ പൂവറസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ആണ്. പക്ഷേ ബീഹാറിൽ
60% തൊട്ട് 70% വരെ ഇതിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടുന്നു. അപ്പോൾ ഇതിനെ ഞാൻ പഠനം ചെയ്തപ്പോൾ ഞാൻ കണ്ടത് ഈ സ്കീമിന് ഉള്ള ഫൈനാൻസിങ്ങിന്റെ ആ സിറ്റുവേഷൻ വാസ് സോ ബ്രോക്കൺ ഇൻ ബിഹാർ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ തൊഴിൽ കൊടുക്കാൻ ഒക്കാത്തൊരു എന്നാണ് ഞാൻ എൻ്റെ പഠനത്തിൽ നിന്ന് ഞാൻ കണ്ടെടുത്ത ഒരു കൺക്ലൂഷൻ. അപ്പോൾ അഭിജിത്ത് ബാനർജിയും എസ്തറുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നമുക്കിതിലൊരു ഗവേഷണം ചെയ്യാം. അതിന്റെ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഇത് സിറ്റുവേഷൻ ഞാൻ പറയാൻ പറ്റുന്നത്, സാധാരണ നമ്മൾ ഈ കറപ്ഷനെ കാണുന്നത്, പ്രത്യേകിച്ച് IAS ഓഫീസർ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ എന്ന് വെച്ചാൽ കറപ്ഷൻ നമ്മൾ കാണുന്നത് കറപ്റ്റ് ആളുകളെ കയറി പിടിക്കുകയാണ്. നല്ല കാര്യം. പക്ഷെ പോളിസി എന്നുള്ള ഒരു ഓറിയന്റേഷനിൽ നിന്ന് നമ്മൾ ഇതിനെ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അതിൽ കൂടാതെ തന്നെ വേറൊരു ഡിസൈൻ ഫീച്ചർ, നമ്മുടെ ഓരോ സ്കീംസിന്റെ ഡിസൈൻ ഫീച്ചറിൽ കറപ്ഷന്റെ എന്താണ് അതിന് പ്രോത്സാഹനം കൊടുക്കുന്നതിൽ ഉണ്ടോ എന്ന് കൂടെ നമുക്ക് ആലോചിക്കാനുള്ള ഒരു കഴിവുണ്ട്, ഒരു അവസരവും സർക്കാർ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്നബിലിറ്റി ഓഫ് ദ സ്കീം ടു ഇംപ്ലിമെന്റ് പ്രോപ്പർലി ആൻഡ് ദി ഹൈ ലെവൽ ഓഫ് കറപ്ഷൻ ദാറ്റ് വാസ് ദെയർ ഇൻ ദ സ്കീം, ഇതിന്റെ രണ്ടും കൂടെ ഞങ്ങളെ കാഴ്ചപ്പാട് വെച്ചിട്ടൊരു ഡിസൈൻ ചെയ്യായിരുന്നു ഞങ്ങളുടെ എക്സ്പെരിമെന്റ്. ഈ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ എന്ന് പറയുന്നത് മെഡിസിൻ, അതും ബാക്കി സയന്റിഫിക് എക്സ്പെരിമെന്റ്സിൽ ഇക്കണോമിക്സിൽ അഭിജിത്തും എസ്തറുമാണ് ഇത് വലുതായിട്ട് കൊണ്ടുവന്നത്. അതിനാണ് അവർക്ക് നൊബേൽ പ്രൈസും കിട്ടിയത് കഴിഞ്ഞ കൊല്ലം. അപ്പൊ അങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ ഞാന് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ പുറയിൽ ആരും ഇല്ലായിരുന്നു, സർക്കാർ പോലും ഇല്ല. ഞാൻ തന്നെ എടുത്തൊരു ഡിസിഷനാണ്. ഞാൻ പറഞ്ഞു ഈ ഡിസിഷൻ ഞാൻ എടുക്കുന്നു, ആ ഒരു എക്സ്പെരിമെന്റ് ഞാൻ സെറ്റപ്പ് ചെയ്യുന്നു, ആ ഒരു എക്സ്പെരിമെന്റിന്റെ ഒരു എഫക്റ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം കറപ്ഷൻ ആലോചിച്ചുകൊണ്ടല്ല ഞങ്ങൾ മുമ്പോട്ട് പോയത്. ഞങ്ങൾ മുമ്പോട്ട് പോയത് ഈ 70% ആൾക്കാർക്ക് തൊഴിൽ കിട്ടാത്തൊരു ഒരു സ്ഥിതിയിൽ അവർക്ക് എങ്ങനെ തൊഴിൽ കൊടുക്കാനൊക്കെ എന്നുള്ള ഒരു സമ്മർദ്ദം കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ അത് ട്രാൻസ്പാരൻസിയുടെ മേളിലായിരുന്നു. വെച്ചാൽ ഇത് ട്രാൻസ്പാരന്റ് ആക്കിയിട്ട് പഞ്ചായത്തുകൾക്ക് പൈസ കൊടുക്കുന്ന ആ ഒരു സ്ഥിതിയെ കുറച്ചും കൂടെ ശരിയാക്കാനുള്ള. പക്ഷെ ഞങ്ങൾ ചെയ്തു വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ഞെട്ടിയ ഒരു റിസൾട്ട്. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ എക്സ്പെൻഡിച്ചർ ഡബിൾ ചെയ്യും, ട്രിപ്പിൾ എന്നാണ് ഞങ്ങൾ വിചാരിച്ചു. അതിന് പകരം ഞാൻ കിട്ടിയ റിസൾട്ട് എന്താണ്? ഞങ്ങൾ ഈ എക്സ്പെരിമെന്റ് ചെയ്ത സൈറ്റിൽ 24% ഞങ്ങളുടെ എക്സ്പെൻഡിച്ചർ കുറവ്. ഞാൻ പറയാൻ വന്നത്, നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ഔട്ട്കം അല്ലായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ചിലപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഞാൻ കിട്ടിയതിന്റെ ഓപ്പോസിറ്റാണ്. പക്ഷെ അതിനെ കുറച്ചും കൂടെ ഞങ്ങൾ ഗവേഷണം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് എന്താണ്, ഈ ആൾക്കാർക്ക് കിട്ടുന്ന പൈസയിൽ ഒരൊറ്റ പൈസയുടെയും കുറവ് വന്നിട്ടില്ല. ഈ ചോർച്ച ചെയ്ത് ഈ ഓഫീസേഴ്സും അതിന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരും എഞ്ചിനും എല്ലാം കൂടെ ചോർച്ച ചെയ്തുകൊണ്ടിരുന്ന പൈസ ആണ് കുറഞ്ഞത് ഈ 24%. ആ റിസൾട്ടിനെ എടുത്ത് ഞങ്ങൾ പിന്നെയും 6 കൊല്ലം ഗവേഷണം ചെയ്യും. 6 കൊല്ലത്തിന്റെ ഗവേഷണത്തിന്റെ ഇതിലാണ് പിന്നെ ഞങ്ങൾക്ക് അമേരിക്കൻ ഇക്കണോമിക് ജേർണൽ എന്ന് പറഞ്ഞ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ജേർണൽസ് ഇൻ ദ വേൾഡില് ഞങ്ങളുടെ ആ പേപ്പർ അക്സെപ്റ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് അഭിജിത്തിന്റെ വേറെ പല കാര്യങ്ങൾക്ക് അവർക്കും നൊബേൽ പ്രൈസും കൂടെ കിട്ടാൻ അവർക്ക് ഒത്തത്. അപ്പൊ പറയുന്ന കാര്യം, നമുക്ക് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഒരു ഡിസിഷന്റെ കോൺസിക്വൻസ് നമ്മൾ ഫെയിലിയർ ആണെന്ന് മാത്രം വിചാരിക്കാതെ നമ്മൾക്ക് അൺഎക്സ്പെക്ടഡ് റിസൾട്ട് വരുമ്പോൾ അതിനെയും നല്ലപോലെ പഠനം ചെയ്താൽ അതിൽ നിന്ന് പല ന്യൂ ഇൻസൈറ്റ്സ് പോലും നമുക്ക് റിസർച്ചിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ സാധിക്കാൻ ഒക്കുമെങ്കിൽ പിന്നെ ദ നോർമൽ ഡിസിഷൻസ് ദാറ്റ് വി ടേക്ക് ഇൻ അവർ പ്രൊഫഷണൽ ലൈഫ്, ഇൻ അവർ പേഴ്സണൽ ലൈഫ്, അതിനെ വേറൊരു കാഴ്ചപ്പാട്, ഈ ഫെയിലിയർ നമ്മൾ വിചാരിക്കുന്ന ആ കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് എന്തുകൊണ്ട് ഒരു പുതിയ ഒരു സക്സസോ പുതിയ ഇൻസൈറ്റ്സോ നമുക്ക് കാണാൻ പോകുന്നതും കൂടെ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യത്തിൽ ആലോചിച്ചാൽ നല്ലതായിരിക്കും എന്നും കൂടെ എനിക്ക് പറയാൻ ആഗ്രഹിക്കും. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും പുതിയ ഇൻസൈറ്റുകൾ സാറിന്റെ റിസർച്ചിനെ പോലെ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെയും നമ്മുടെ പ്രേക്ഷകരിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു പുതിയ ഇൻസൈറ്റുകൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് സമയത്തിന്റെ പരിമിതി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ
ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മുടെ ഗസ്റ്റ് ഇവരാണ്, അപ്പൊ ചോദ്യങ്ങൾ ഏതൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിരുന്നു. നിരവധി ചോദ്യങ്ങൾ വന്നു. അതിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ കോർഡിനേറ്റ് ചെയ്യുന്നതിന് ഞങ്ങളുടെ കൊളീഗ് ആയിട്ടുള്ള എഞ്ചിനീയർ ആനന്ദമണി അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കും. താങ്ക് യു മിസ്റ്റർ സൈഫ്. വളരെ വണ്ടർഫുൾ ആൻഡ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഐ എം ഷുവർ ദിസ് പ്രോഗ്രാം ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ചേഞ്ച് ദ ലൈഫ്സ് ഓഫ് മെനി പാർട്ടിസിപ്പൻസ് എവർ. സോ സ്ട്രേറ്റ് അവേ വിൽ മൂവ് ടു ദ another core part of this POS talk series. നമുക്ക് ഉള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ബഹ്റൈനിൽ നിന്നാണ്. അജി ജോഷ, an engineer, is asking a question, and the question is directed to Vasugi madam. Aji, you are there? Yes. Good evening everybody. നല്ല ഒരു ടോക്ക്, ഒരുപാട് ഐഡിയാസ് കിട്ടി. താങ്ക് യു സോ മച്ച്. മാഡത്തോട് എനിക്ക് പ്രത്യേകമായിട്ട് ചോദിക്കാനുള്ളത് എൻവയോൺമെന്റൽ കൺസേൺ അഥവാ പരിസ്ഥിതിയെ പറ്റി മാഡം വളരെയധികം അതില് ഇൻവോൾവ് ആയിട്ടുള്ള, കൺസേൺഡ് ആയിട്ടുള്ള ഒരാളാണ്. ഈ പ്രകൃതി ദുരന്തങ്ങളെ പറ്റി പറഞ്ഞപ്പോഴും മാഡം അത് പറഞ്ഞു. പക്ഷേ നമ്മുടെ ജനങ്ങൾ അത് വേണ്ട വിധത്തിൽ ഏറ്റെടുക്കുകയോ അത് സ്ഥായിയായിട്ട് അവരുടെ ജീവിത രീതിയിൽ ഒരു മാറ്റം വരുത്താൻ റെഡി ആകുകയോ ചെയ്യുന്നില്ല എന്നുള്ളതിനെ പറ്റിയാണ് എനിക്ക് മാഡത്തോട് ചോദിക്കാനുള്ളത്. അങ്ങനെ ഒരു പരിസ്ഥിതി സൗഹൃദപരമായ ഒരു ജീവിത രീതിയിലേക്ക് മനുഷ്യരെ കൂടുതലായിട്ട് നമുക്ക് എങ്ങനെ ആകർഷിക്കാൻ പറ്റും? That is my question, madam. Okay, that's a wonderful question, and thank you for asking. ഇതിനെ കുറിച്ച് അഗൈൻ എനിക്ക് സംസാരിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു മണിക്കൂർ വേണം. പക്ഷേ സമയപരിമിതി ഉള്ളത് കൊണ്ട് വളരെ ചുരുക്കമായിട്ട് പറയുവാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു ജീവിത രീതിയിൽ മാറ്റം കൊണ്ടുവന്നാലേ പറ്റും. അത് വളരെ സത്യമാണ്. ജീവിത രീതിയിൽ മാറ്റം കൊണ്ടുവന്നാലേ പറ്റും. നമ്മൾ വളരെ ഒരു കൺസ്യൂമറിസ്റ്റ് ലൈഫ് സ്റ്റൈല് ഏറ്റത് കൊണ്ട് മാത്രം ഇപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ കാർബൺ ഫുട് പ്രിന്റ് നോക്കിയാൽ തന്നെ, ഇപ്പോ എന്റെ കാർബൺ ഫുട് പ്രിന്റ് നോക്കിയാൽ തന്നെ വളരെ കൂടുതലാണ്. ഞാൻ ദിവസം ഒരു ഫോസിൽ ഫ്യൂവൽ അടിച്ച ഒരു കാറില്, പെട്രോൾ അടിച്ച കാറില് ഞാൻ ഓഫീസിൽ പോവാണ്. എന്റെ വീട്ടിലുള്ള ലൈറ്റും ഫാനും എല്ലാം തന്നെ കാർബൺ ഫുട് പ്രിന്റ് ഉണ്ടാക്കുന്നു. ഞാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ആവട്ടെ, എന്താവട്ടെ. സോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈലിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കാർബൺ ഫുട് പ്രിന്റ് വളരെ കൂടുതലാണ്. സോ കാർബൺ ഫുട് പ്രിന്റ് കുറയുന്ന രീതിയിൽ നമുക്ക് മാറ്റണമെങ്കിൽ ജീവിത രീതിയിൽ മാറ്റം കൊണ്ടുവന്നാലേ പറ്റും. പക്ഷെ മാറ്റം എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും അത് സാധിക്കാൻ പറ്റില്ല. ഇപ്പോ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് കോഫി വളരെ ഇഷ്ടപ്പെട്ട് കുടിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ ഒരു ശീലം ഞാൻ അവസാനിക്കണമെന്ന് കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇപ്പോൾ ഞാൻ റെസൊല്യൂഷൻ എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി December 1 തൊട്ട് ഞാൻ കോഫി തൊടില്ല. ഐ ഹോപ്പ് ഐ കീപ്പ് അപ്പ് വിത്ത് റെസൊല്യൂഷൻ. ഐ ഡോണ്ട് നോ. ഇങ്ങനെ പക്ഷെ 5 വർഷമായിട്ടും എനിക്ക് ഈ കോഫിയുടെ ഒരു ശീലം എനിക്ക് വിടാനും സാധിച്ചിട്ടില്ല. അപ്പൊ അത് ശീലങ്ങൾ മാറ്റുന്നത് എന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ശ്രമിച്ചാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ, ഇത് എന്റെ അഭിപ്രായത്തിൽ ഐ നോ ഇപ്പൊ കുറച്ചൊക്കെ അന്താരാഷ്ട്ര ലെവലില് ഒരുപാട് ചർച്ചകളും ഒരുപാട് പോളിസി ചേഞ്ചസും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇത് ജനങ്ങൾ ഏറ്റെടുത്താൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കണം. ഇപ്പോ ഈ ഒരു പാൻഡമിക്, പ്രളയം, ഇപ്പോ വീണ്ടും സൈക്ലോൺ അലേർട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ ദുരന്തങ്ങൾ കൂടിക്കൊണ്ടേ പോകുമേ ഒഴികെ അത് കുറയാൻ പോകുന്നില്ല. ദുരന്തങ്ങൾ കൂടാനേ പോകുന്നുണ്ട്. നമ്മുടെ ആരോഗ്യം, ഒത്തിരി ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ക്യാൻസറും, നമ്മൾ പറയുന്നു ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അപ്പോ ഈ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഇത്രയും മാരകമായ രോഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ then why are we following that lifestyle in the first place? അപ്പോ ആ ലൈഫ് സ്റ്റൈൽ അല്ല പ്രശ്നം. അപ്പൊ ഇത് എന്റെ ഒരു ടെക്നിക്കൽ ഒരു ഫാക്ട് പറയുവാണെങ്കിൽ, we are living in a highly polluted and a very unhealthy lifestyle ആണ്. ഒരു highly polluted വേൾഡില് വളരെ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ഫ്രം നേച്ചർ. പ്രകൃതിയിൽ നിന്ന് നമ്മൾ വളരെ ദൂരെ പോയി. എത്രമാത്രം നമ്മൾ പ്രകൃതിയിൽ നിന്ന്
സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മളത് പിരിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു ബുദ്ധി മറന്നുപോയി. അവിടെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഹൃദയം മാറണം. ബട്ട് our heart knows that we belong to nature. We are part of nature. എത്രമാത്രം പ്രകൃതി നമ്മുടെ ഇപ്പോ എല്ലാം പറയുന്നു, നേച്ചർ തെറപ്പി എന്നൊക്കെ പറയുന്നു. ബിക്കോസ് കുറച്ച് സമയം എത്ര മാരകമായ രോഗങ്ങളായാൽ പോലും പോയി ഒന്ന് നേച്ചറിനോട് സമയം ചെലവ് ചെയ്യുക, ബി ഇൻ എ ബ്യൂട്ടിഫുൾ നാച്ചുറൽ പ്ലേസ് വിതൗട്ട് മച്ച് ആർട്ടിഫിഷ്യൽ ഇത്. അപ്പൊ തന്നെ സൺലൈറ്റും മണ്ണിൽ നടക്കുന്നതും, കാല് മണ്ണ് തൊട്ട് നടക്കുന്നതും, പുല്ല് തൊട്ട് നടക്കുന്നതും, വെയിൽ നമ്മുടെ മേളിൽ വീഴുന്നതും, കണ്ണ് ഹരിതമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നതും, ഇതെല്ലാം തന്നെ മനസ്സിന് ഒരു ശാന്തം ഉണ്ടാക്കും, സമാധാനം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ മാറും എന്ന് ഇപ്പൊ നേച്ചർ തെറപ്പി എന്ന സയന്റിഫിക് ഡോക്യുമെന്റ്സ് ഒരുപാടുണ്ട്. പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എല്ലാവരും ജനങ്ങളായിട്ടും ഒരു വ്യക്തിയായിട്ടും, പ്രത്യേകിച്ച് ഞാൻ ഈ കോൺഫറൻസിൽ ഞാൻ ജസ്റ്റ് ഗാലറി വ്യൂവിൽ പോയി കണ്ടപ്പോ ഒരുപാട് കുട്ടികൾ ഞാൻ കാണുന്നുണ്ട്. കുട്ടികൾ തന്നെ നമുക്ക് ഇപ്പോ ഒരു സ്വപ്നം കാണണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ വൈറ്റ് കോളർ ജോബും, ഒരു എയർ കണ്ടീഷൻ റൂമിലും, വലിയ കാറും ബംഗ്ലോവും, ഇങ്ങനെയുള്ള ഇതാണ് സ്വപ്നങ്ങൾ. ഇതൊരു കൺസ്യൂമറിസ്റ്റ് ഡ്രീമാണ്. പക്ഷെ ആൾക്കാർ മനസ്സിലാവാത്തത്, ഇപ്പോ ഒരു റിസർച്ച് പറയുന്നത്, ഈ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പറയുവാണ്, നമ്മളെല്ലാം സാമ്പത്തിക മേന്മേന് വേണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ ഒരു പഠനം പറയുന്നു ഇതേക്കുറിച്ച്. ഞാൻ ബിക്കോസ് ഐ എം റിയലി ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് വിൽ മോട്ടിവേറ്റ് people to take up a nature-based living with lesser carbon footprint. ഒരു നേച്ചർ പ്രകൃതിയോടൊപ്പം കാർബൺ ഫുട്പ്രിന്റ് കുറച്ചുകൊണ്ട് ഉള്ള ഒരു ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് പഠനങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പഠനം എല്ലാ കുട്ടികൾക്കും വേണ്ടി പറയുവാണ്, the richest people on the planet, they are not the happiest people. ഇത് പഠനം തെളിയിച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ സാമ്പത്തികത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും ഓടുന്നുണ്ടല്ലോ. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ ഈ സാമ്പത്തിക കഴിവ് നമുക്ക് എങ്ങനെ കൂട്ടാൻ പറ്റും എന്ന ഒരു രീതിയിലാണ്. എവറിത്തിങ് ഹാസ് ബിക്കം അബൌട്ട് മണി, എവറിത്തിങ് ഹാസ് ബിക്കം അബൌട്ട് പ്രോഫിറ്റ്. ഇഫ് ദർ ഇസ് നോ പ്രോഫിറ്റ് then we don't want to do anything regarding that. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്ത മാറണം. മണി ഈസ് നോട്ട് ഈക്വലന്റ് ടു ഹാപ്പിനെസ്. അത് ഇപ്പോ ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദെൻ ഹാപ്പിനെസ്? ഹാപ്പിനെസ് ഈസ് ഫോളോയിങ് എ ലൈഫ് which is full of nature, which is full of values, which is full of healthy relationships. ഈ ഹെൽത്തി റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് മനുഷ്യനോട് മാത്രമല്ല, ഈ പ്രകൃതിയിലുള്ള ഓരോ ജീവിതത്തിനോടും. എന്റെ തുളസി പ്ലാന്റ് ഇവിടെ ഉണ്ട്. ആ തുളസി പ്ലാന്റിനോട് ഉള്ള എന്റെ ഒരു ബന്ധം ദാറ്റ് ഐ ഫീൽ ഇസ് വെരി വെരി സ്പെഷ്യൽ. ആ ചെടിനോടുള്ള ഒരു ബന്ധം എനിക്ക് ഒരുപാട് മനുഷ്യന്മാരോട് കിട്ടിയില്ല. എനിക്കത് തോന്നി, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്കും ഒരു പവറാണ് പ്രകൃതി മാത നിങ്ങളുടെ മേളില് കാണിക്കുന്നത്. അത് നമുക്ക് ദാറ്റ് വിൽ ഗിവ് us more fulfilling life. നമുക്ക് സാമ്പത്തികത്തിന് പിന്നെ പോവാതെ ശരിക്കും എന്താണ് നമുക്ക് മനസ്സിന് സമാധാനം കൊടുക്കും, സന്തോഷം കൊടുക്കും എന്ന് പറയുമ്പോൾ അത് ഒരു സിമ്പിൾ ലൈഫ് which is nature based life with more doses of nature, more doses of the nature's healing touch. അതായിരിക്കും ഒരു ആരോഗ്യപരമായ ഒരു സന്തോഷപരമായ ജീവിതം. അതുകൊണ്ട് സ്വപ്നങ്ങൾ മാറ്റിക്കാണാനുള്ള സമയമായി. കുട്ടികളായ നിങ്ങൾ എല്ലാവർക്കും ഞാൻ നിങ്ങളെ പോലെ ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങളും എല്ലാം ഡോക്ടർ ആവണം, IAS ആവണം, ഇതൊക്കെയാണ് ഞങ്ങളും. അത് അങ്ങനെയാണ് ഞാനും ആയത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് that is not happiness. Happiness is not on external achievements but on internal achievement and respecting and living close to nature. ഇങ്ങനെ ഒരു മെസ്സേജ് എല്ലാ ജനങ്ങളും ഏറ്റെടുത്ത് ജനങ്ങൾ തമ്മിൽ തന്നെ ഒരു മൂവ്മെന്റ് ആയിട്ട് മാറി വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് നമ്മുടെ ലോകത്തിൽ മാറ്റം കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Thank you, madam. That's a pretty good, pretty interesting answer. Even though long, but you got a very detailed and a lot of takeaways in your reply. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ സന്തോഷ് മിസ്റ്റർ നിർമ്മൽ കുമാർ, ഞങ്ങളുടെ ORC യുടെ മാസ്റ്റർ ട്രെയിനർ ആണ്. ഹീസ് ഫ്രം കാസർകോട് and his question is directed to Santosh Matthew, sir. Nirmal? നമസ്കാരം സർ. നമസ്കാരം. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളുടെ ടോക്കും അതോടൊപ്പം തന്നെ നമ്മുടെ വിജയൻ സാറിന്റെ ടോക്കും കണ്ട് വല്ലാണ്ട് ഒരു ത്രില്ലടിച്ച് നിൽക്കുന്ന സമയത്താണ് ചോദ്യം ചോദിക്കുന്നത്. ഞാനൊരു അധ്യാപനം കൂടിയാണ്. സാറിന്റെ ടോക്കില് വളരെ ആകർഷണമായിട്ട് തന്നെ ചോദ്യം ചോദിക്കുന്നു. ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എങ്ങനെ കുട്ടികളിൽ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും? അതോടൊപ്പം തന്നെ അറിവും തിരിച്ചറിവും, നോളജ് ആൻഡ് റിയലൈസേഷൻ, ഇവ തമ്മിലുള്ള ഒരു ഡിഫറൻസ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എന്ത് കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യേണ്ടത്?
സാറിൽ നിന്നും സന്തോഷ് മാത്യു സാറിൽ നിന്നും ഞാൻ ഇതിന്റെ ഒരു ഉത്തരം, അനുഭവം ഞാൻ ആഗ്രഹിക്കുകയാണ്. കേട്ടിട്ടുണ്ടാവല്ലോ സാർ? കേട്ടു. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ നിർമ്മൽ. അപ്പൊ എനിക്ക് ഇതിൽ രണ്ട് കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, നമ്മള് ഒരു 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 കുട്ടിയെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതും നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് ആ കുട്ടി മനസ്സിലാക്കുന്നതും തമ്മിലുള്ള, അധ്യാപകനാണല്ലോ അപ്പൊ അറിയാമല്ലോ, നമ്മുടെ ക്ലാസ്സിൽ മുമ്പിൽ നിന്ന് പറയുന്ന കാര്യവും ആ കുട്ടികൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുപഠിക്കുന്നതുമായി ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ആസ് അഡൾട്ട്സ്, ആസ് ടീച്ചേഴ്സ്, നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഡിസിഷൻസ് ബേസ് ചെയ്യുന്നത്? അത് വാല്യൂ ബേസ്ഡ് ഡിസിഷൻസ് ആണോ? നമ്മൾ പ്രോസ് ആൻഡ് കോൺസ് കണ്ടുകൊണ്ടാണോ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്? നമ്മൾ പ്യൂർലി ഇമ്പൾസീവ് ആണോ എന്ന് ആദ്യമായിട്ട് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ നമ്മുടെ തന്നെ ഉള്ള ബിഹേവിയേഴ്സ്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അവര് കാണണം. മാതാപിതാക്കളാണെങ്കിലും കുട്ടികൾക്ക് ഒരു നിയമവും അവർക്ക് വേറൊരു നിയമവും. നിങ്ങൾ പുകവലിക്കരുത്, പക്ഷെ ഞാൻ പുകവലിച്ചോളാം. നിങ്ങൾ കള്ളുടിക്കല്ലോ, പക്ഷെ എനിക്ക് സ്മോൾ അടിച്ചാൽ കുഴപ്പമില്ല. ഇത് രണ്ടും നടക്കത്തില്ല. നമ്മൾ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ബിഹേവിയേഴ്സിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്, മാതാപിതാക്കളാകട്ടെ അധ്യാപകരാകട്ടെ. ഒന്നിത്. രണ്ട്, നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കണം. ടു കോൺഫറന്റ് സിറ്റുവേഷൻസ് ദാറ്റ് ദേ ആർ നോട്ട് യൂസ്ഡ് ടു. നമ്മളെല്ലാം ക്രീച്ചേഴ്സ് ഓഫ് ഹാബിറ്റ്. നമ്മുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഇതാണ് ഇന്നേറ്റ് ക്യൂരിയോസിറ്റി. അത് കുട്ടികൾക്കുണ്ട്. പക്ഷെ നമ്മൾ ആ ക്യൂരിയോസിനെ അടിച്ച് നമ്മൾ കൺഫേം ചെയ്തിച്ച് അവരെ അമക്കുകയാണ്. എനിക്ക് എന്റെ തന്നെ ജീവിതത്തിൽ എനിക്ക് എന്റെ മാതാപിതാക്കളോടുകൂടി ഒത്തിരി ബഹുമാനമുള്ളതെന്ന് വെച്ചാല്, ഞാനൊരു I was the single child of my parents, so they also had an opportunity to invest a lot in me എന്ന് പറയാമല്ലോ. പക്ഷെ ഒരു സിംഗിൾ ചൈൽഡ് ആയിട്ട് പോലും എന്നെ അവര് പൂട്ടി അവരുടെ കൂടെ വയ്ക്കുകയല്ലായിരുന്നു. 12 വയസ്സായപ്പോൾ എന്നെ ബോർഡിംഗ് സ്കൂളിൽ വിട്ടു. അത് കഴിഞ്ഞപ്പോൾ പഠനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഏറ്റവും ഏതാണ് നല്ല സ്ഥലം എന്ന് വെച്ചാൽ എന്നെ അവിടെ പോകാനായിട്ട് പ്രോത്സാഹിച്ചു. ഡിസിഷൻ എന്റെ ആയിരുന്നു, പക്ഷെ അവരെന്നെ പ്രോത്സാഹിച്ചു. ഇറ്റ് വാസ് എ സാക്രിഫൈസ്. പക്ഷെ ഞാൻ പറയാൻ വന്നത്, ഞാൻ ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ MA ഇക്കണോമിക്സ് പഠിക്കാനായിട്ട് 1981 ഡൽഹിക്ക് വരികയാണ്. അപ്പോ എന്റെ അപ്പച്ചനോടൊക്കെ പറഞ്ഞു, ഈ ചൈനീസ് വാർ ഉണ്ടായപ്പോൾ ഈ ജവഹർലാൽ നെഹ്റു ഒരു അപ്പീൽ കൊടുത്തായിരുന്നു, ആൾക്കാരിലുള്ള സ്വർണം സർക്കാരിന് കൊടുക്കുക, അതിനൊരു ബോണ്ട് എന്നുള്ള രീതിയിൽ അവർ സർക്കാർ തിരിച്ചു തരും, വാർ കഴിയുമ്പോൾ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി ശരിയാണെന്ന് പറഞ്ഞ് അത്രയും വാല്യൂ തിരിച്ചു തരാം എന്ന് പറഞ്ഞപ്പോ എന്റെ അപ്പച്ചൻ അമ്മച്ചിയുടെ എല്ലാ സ്വർണവും എടുത്ത് സർക്കാരിന് കൊടുത്ത് ഒരു ബോണ്ട് തിരിച്ചു കിട്ടും. പറ്റിയെന്ന് വെച്ചാൽ ഈ കാലം പോയതോടുകൂടി ഗോൾഡിന്റെ വാല്യൂ കൂടുകയും പൈസയുടെ വാല്യൂ കുറയും വന്നപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന പൈസ വളരെ തുല്യമായിട്ട് മാറി. നേരെ മറിച്ച് കുറച്ചും കൂടെ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി വഷളായപ്പോൾ രണ്ടാമത്തെ സീരീസ് ബോണ്ട് കൊടുത്തപ്പോൾ സർക്കാർ പറഞ്ഞു, ഞാൻ ഗോൾഡ് തരില്ല, ഞങ്ങൾ ഗോൾഡ് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ വ്യത്യാസം? അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, മോനെ ഡൽഹിക്ക് പോവുമല്ലേ, ഫൈനാൻസ് മിനിസ്റ്ററിനെ കണ്ടിട്ട് ഈ ഒരു കാര്യത്തെ കുറിച്ച് താൻ ആർഗ്യൂ ചെയ്യണം. ഞാൻ പറഞ്ഞു, അപ്പച്ച ഞാൻ ഈ ഫൈനാൻസ് മിനിസ്റ്ററിന്റെ എവിടെ പോകും, ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോയില്ല, ചെയ്താലേ വെക്കും. പറഞ്ഞല്ലേ, അനുസരണം കൊണ്ട് ചെയ്യാതിരിക്കണമെന്നില്ല. ഞാൻ എന്തെല്ലാം പണി പെട്ടെന്നറിയോ. പക്ഷെ ആ പണി കേട്ടിട്ട് അവസാനം ഞാൻ എത്തി. വെങ്കട്രാമനായിരുന്നു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വാസ് എ ഫൈനാൻസ് മിനിസ്റ്റർ. പക്ഷെ എനിക്ക് തന്ന ഒരു ടാസ്ക് ആ ബോണ്ട് മാറ്റിയെടുക്കാനല്ലായിരുന്നു. എനിക്ക് തന്ന ടാസ്ക് എന്തിനായിരുന്നു? ഒരു ഇൻസർമൗണ്ടബിൾ പ്രോബ്ലം എനിക്ക് തരികയും ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള എല്ലാ പണിയും വെച്ചിട്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ ആ സക്സസിനെ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് തരികയായിരുന്നു എന്റെ അപ്പച്ചൻ. മനസ്സിലായല്ലോ? അപ്പോ കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കുക, ആ അവസരങ്ങൾക്ക് അതിൽ വരുന്ന തെറ്റോ ശരിയോ അതിന്റെ ബേസിസിൽ അവർക്ക് ഉപദേശം കൊടുക്കുക. സ്വന്തം ജീവിതത്തിന്റെ ഒരു മാതൃകയായിട്ട് പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുക. ടക് 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 ഡിസിഷൻ ഈസ് ഓൺലി എ നാച്ചുറൽ കോൺസിക്വൻസ്. താങ്ക് യു.
താങ്ക് യു സാർ. താങ്ക് യു സാർ. എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളുടെ പോസ്റ്റ് ഫ്രൈഡേ ടോക്ക് സീരീസ് നടക്കുന്ന പോലെ തന്നെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട മറ്റൊരു 2 പ്രോഗ്രാംസ് കൂടെ എല്ലാ വീക്കിലും ഉണ്ട്. ഒന്ന് പടവുകൾ, എല്ലാ തിങ്കളാഴ്ചയും 7 മണിക്ക് സ്റ്റുഡൻസിന് അവരുടെ ഫീൽഡിലുള്ള ടോപ്പേഴ്സുമായിട്ടും അച്ചീവേഴ്സുമായിട്ടും ഇന്ററാക്ട് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ട് എല്ലാ തിങ്കളാഴ്ചയും 7 മണിക്ക് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് ആണ് നമുക്ക് ഈ തിങ്കളാഴ്ച വരാൻ പോകുന്നത്. ഹിസ് എക്സലൻസി ദ ഗവർണർ ഓഫ് കേരള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. എല്ലാ പ്രേക്ഷകരും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്നും ആർക്കും മിസ്സാവരുത് എന്ന് പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് ചിരിയോ ചിരി. എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 7 മണിക്ക്. അതിപ്പോ ഞങ്ങളുടെ 14ാമത്തെ എപ്പിസോഡ് പിന്നിട്ടു. അത് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രസിദ്ധരായിട്ടുള്ള കൊമേഡിയൻസ് പങ്കെടുത്തിട്ട് കൊറോണ എന്നുള്ള ഈ മഹാമാരി വിതച്ച മാനസിക സംഘർഷത്തിന്റെ പിരിമുറുക്കത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടത്തുന്ന ഒരു മാനസിക സംഘർഷം അയവ് വരുത്താൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന മറ്റൊരു പ്രോഗ്രാമാണ് ചിരിയോ ചിരി. ഈ 2 പ്രോഗ്രാമും എല്ലാ പ്രേക്ഷകരും അറ്റൻഡ് ചെയ്യണമെന്ന് പ്രത്യേകം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇനി നമ്മളുടെ 3ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അത് 3ാമത്തെ ചോദ്യം ലണ്ടനിൽ മിസ്റ്റർ ബിജു ഗോപിനാഥാണ് ചോദിക്കുന്നത്. ആൻഡ് ഹിസ് ക്വസ്റ്റ്യൻ ഈസ് ഡയറക്റ്റഡ് ടു സന്തോഷ് മാത്യു. ബിജു. നമസ്കാരം സാർ. നമസ്കാരം ബിജു. എന്തായാലും നല്ലൊരു ഇൻഫോർമേറ്റീവ് ടോക്കായിരുന്നു നടന്നിരുന്നത്. അതിൽ വളരെ താങ്ക്ഫുൾ. സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നേതാക്കളെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സമയത്ത് എപ്പോഴും ജനങ്ങളത് അംഗീകരിക്കണമെന്നില്ല. പക്ഷെ നേതാക്കൾ അവരുടെ ആ തീരുമാനങ്ങളിൽ പിന്നിലെ യുക്തി ജനങ്ങളിലെ ഏത് രീതിയിലാണ് ബോധ്യപ്പെടുത്താൻ അവർ സ്വീകരിക്കുന്ന മാർഗങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇതിനെ കുറിച്ച് ഞാൻ ഒന്ന് ആലോചിച്ചാൽ എന്റെ മനസ്സിൽ വരുന്നത്, ദി മെസ്സേജ് ആൻഡ് ദി മെസ്സഞ്ചർ ആർ ബോത്ത് ഇമ്പോർട്ടൻറ്റ്. ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്തോട്ടെ. ഒന്ന് മെസ്സേജ് എന്ന് വെച്ചാൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡിസിഷൻ. രണ്ടാമത്, ഇത് ആരാണ് ഈ ഡിസിഷൻ എടുത്തതെന്നും അത് ആരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ പറയാം. ജനങ്ങൾക്ക് ഈ ഡിസിഷന്റെ ഹാർഷ്നെസ്സോ അതോ അതുകൊണ്ട് വരാൻ പോകുന്ന കഷ്ടതയെ കുറിച്ച് ഉള്ള ചിന്തയെക്കാട്ടിലും കൂടുതൽ what they are more interested in, is there an honesty behind that decision? Is there a credibility of the person who took that decision? ഞാൻ ഉദാഹരണം ഉപയോഗിച്ച് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഇപ്പോ 1992 ഇന്ന് ജാർഖണ്ഡിലാണ്, അന്ന് ബീഹാർ ജാർഖണ്ഡ് ഒരു സ്റ്റേറ്റ് ആയിരുന്നു. പലാമു എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലെ ഞാൻ കളക്ടർ ആയിരുന്നു. 92 കാര്യം, 92, 93, 94 ആ സമയത്ത്. അപ്പോ 93 ആയപ്പോ ഒരു ഭയങ്കരമായ ഒരു ഡ്രൗട്ട് ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റ് വരിക. അപ്പൊ എന്റെ ഡിസ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ 40% ഫോറസ്റ്റ്, കൂടുതലും ട്രൈബൽസ് ഉള്ള ഒരു സാധനം. പക്ഷെ ഞങ്ങളുടെ ഇക്കോണമി മുഴുവൻ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് ആർ വെരി ഫ്യൂ എലീറ്റ് പീപ്പിൾ ഹു ആർ ഫോറസ്റ്റ് കോൺട്രാക്ടേഴ്സ്. എന്ന് വെച്ചാൽ അവിടുത്തെ ഫോറസ്റ്റ് വെൽത്ത് എല്ലാം എടുത്ത് വെളിയിലോട്ട് അയക്കുന്ന ആൾക്കാരാണ്. അവരുടെ കയ്യിലാണ് ഈ കംപ്ലീറ്റ് പൊളിറ്റിക്സ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഡ്രൗട്ട് വരുമ്പോൾ എല്ലാ 10 കൊല്ലം വന്നാൽ ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ ഡ്രൗട്ട് വരും. പല അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ എല്ലാവരുടെയും വിശ്വാസം അവിടെ വെള്ളമില്ല. അപ്പൊ ഞാൻ ഡേറ്റ എടുത്ത് നോക്കിയപ്പോ എന്താണ്, ആ ഡിസ്ട്രിക്റ്റിൽ ഒരിക്കലും 700 മില്ലിമീറ്റേഴ്സ് കുറച്ച് വെള്ളം ഒരിക്കലും ആയിട്ടില്ല. എന്ന് വെച്ചാൽ അവിടെ ഒരു ഡൗട്ട് വരേണ്ട ഒരു കാരണവുമില്ല. അപ്പോ ഞാനൊരു പ്രോഗ്രാം ഇറക്കി അവിടെ. ഈ മഴ വെള്ളം വീഴുന്ന സ്ഥലത്ത് നമുക്ക് കൺസേർവ് ചെയ്യാൻ നോക്കുന്ന ഒരു പരിപാടി. ആ പരിപാടിയുടെ ഇതായിട്ട് എല്ലാവർക്കും തൊഴിൽ കൊടുക്കുക. എന്നുവെച്ചാൽ ഈ ഡ്രൗട്ട് വരുമ്പോൾ തൊഴിലില്ലായ്മയിൽ നിന്നാണ് കൂടുതൽ സ്റ്റാർവേഷൻ ഡെത്ത്സ് വരുന്നത്. പക്ഷെ അവിടുത്തെ ആ പൊളിറ്റിക്കൽ എൻവയറൺമെന്റ് എന്താന്ന് വെച്ചാൽ ഇല്ല, അത് എങ്ങനെയെങ്കിലും ഫെയിൽ ആക്കിയിട്ട് വലിയ ഡാമിന് പൈസ കൊണ്ടുവരിക,
ഡി ട്യൂബൽസിനുള്ള വലിയ വലിയ റിഗ് കൊണ്ടുവന്ന് അതിൽ പൈസ തട്ടിപ്പിച്ചെടുക്കുക എന്നായിരുന്നു അവരുടെ പരിപാടി. അപ്പൊ ഇന്ത്യൻ പാർലമെന്റിൽ വരെ എന്റെ അഗൻസ്റ്റ് ആയിട്ട് അന്ന് ഭയങ്കര വഴക്കുണ്ടായി. അപ്പൊ പ്രൈം മിനിസ്റ്റർ ആരാന്ന് വെച്ചാൽ നരസിംഹറാവു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ ശാന്തമായിട്ടിരിക്കും, ഞാൻ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്ന്. നരസിംഹറാവു ഡിസ്ട്രിക്ട് വരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അപ്പൊ ഞാനും എന്റെ സർക്കാർ, എന്റെ സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഒപ്പീനിയൻ ആയിട്ട് നിൽക്കുകയാണ്. പറയാൻ വന്നത്, ഈ ഡിസിഷൻ എല്ലാവർക്കും നമ്മുടെ ഡിസിഷൻ ശരിയാണെന്നില്ല. പക്ഷെ നമ്മുടെ ദൃഢത ഉണ്ടല്ലോ, ആ ദൃഢത, എവിഡൻസ് ഗാദറിങ് ആൻഡ് ദി കമ്മ്യൂണിക്കേഷൻ. അപ്പൊ പറ്റിയെന്താന്ന് വെച്ചാൽ, അപ്പൊ ഈ പ്രൈം മിനിസ്റ്റർ വരികയും ആരുടെ മീറ്റിംഗിലും ഞാൻ കളക്ടറായിട്ട് ഞാൻ മുറിയിലില്ല, ഞാൻ വെളി നിൽക്കുക. എന്നുവെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിസൈഡ് ഞാൻ വെളി നിൽക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉള്ള ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി പറയുകയാണ്, ഈ കളക്ടർ എന്ത് ചെയ്യും, ഞാൻ ഇവിടുത്തെ സ്ഥിതിക്ക് അറിയാനുള്ള ഞാൻ വന്ന് കളക്ടറെ വിളിക്കുകയാണ്. ഞാൻ അപ്പോഴത്തേക്ക് ഈ അകത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ ഒക്കെ പറഞ്ഞ ഒരു സ്റ്റോറി. അപ്പൊ പ്രധാനമന്ത്രി എന്റെ അടുത്ത് ചോദിച്ചു, കളക്ടർ പറയണം ഇവിടുത്തെ എന്താണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ സാർ ഇവിടെ മഴയുടെ ഒരു പ്രശ്നവും ഇല്ല. ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പാവങ്ങൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു സ്ഥിതി, ആ തൊഴിൽ നിന്ന് ആ വാട്ടർ കൺസർവേഷൻ ഉണ്ടാക്കി ഇവിടുത്തെ ഡ്രൗട്ട് പ്രൂഫിംഗ് ആണ് ഇവിടുത്തെ ആവശ്യം. വലിയ ഡാമും ഒക്കെ ഉണ്ടാക്കി ഉള്ള വെള്ളമല്ല എന്റെ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് പോകുന്നത് പറഞ്ഞ് ഞാനൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു ഊഹമുണ്ട്. അപ്പൊ പറ്റിയെന്ന് വെച്ചാൽ എന്റെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്ത പ്രധാനമന്ത്രിയുടെ മുമ്പിൽ സ്റ്റേറ്റ്മെന്റും ഞാൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റും തമ്മിൽ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് എന്റെ അടുക്ക് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ചീഫ് എന്റെ അടുക്ക് പറയുകയാണ്, കളക്ടറിന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പ്രധാനമന്ത്രി എന്റെ മുമ്പിൽ വെച്ച് പറയുകയാണ്. അപ്പൊ ഞാൻ പറയുകയാണ്, ഐ എം സോറി സർ, വി ഹാവ് ടു എഗ്രി ടു ഡിസഗ്രി. ഞാൻ പറയാൻ വന്നത്, നമുക്ക് നമ്മുടേതായ ആ ഒരു വിശ്വാസവും അതിനുള്ള എവിഡൻസും കൊണ്ട് മാർഷൽ ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചാൽ അങ്ങനെയും പറയാനുള്ള കരുത്ത് നമ്മളിൽ വരും. ആ കരുത്ത് വരുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകും. അതേ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പിന്നെ എനിക്ക് ഏറ്റവും നല്ല പോസ്റ്റിംഗും പിന്നെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ കരിയറിന് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. ചിലപ്പോൾ ഡിഫറൻസ് ഒപ്പീനിയൻ വരും, നാട്ടുകാരുമായിട്ടും നമുക്ക് നേതാക്കളുടെ ഡിഫറൻസ് ഒപ്പീനിയൻ വന്നെന്ന് വരും. പക്ഷെ നാട്ടുകാർ എന്താണ്, what do they appreciate? What they appreciate most is the honesty of purpose and the clarity and the messenger. ആരാണ് കള്ളനായ ഒരു ഓഫീസറോ അല്ലെങ്കിൽ ഏറ്റവും കറക്റ്റ് ആയിട്ട് ഉള്ള ഒരു പൊളിറ്റീഷ്യനോ എടുക്കുന്ന ഡിസിഷൻ സത്യസന്ധതയോടെ ഫുൾ ഹാർഡ് വർക്കും എവിഡൻസും തമ്മിൽ വെക്കുന്ന ഒരു ഇതും ഉണ്ടെങ്കിൽ പിന്നെ നാട്ടുകാർക്ക് പോലും അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്നാണ് എന്റെ 32 കൊല്ലത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുള്ള എന്റെ പഠനം. താങ്ക് യു. താങ്ക് യു സന്തോഷ് സർ. അതൊരു വളരെ ഹൈ സിഗ്നിഫിക്കന്റ് പോയിന്റ്സ് ഉള്ള ഒരു റിപ്ലൈ ആണ്. ആൻഡ് വളരെ സമയപരിധി ഉള്ളതുകൊണ്ട് ക്വസ്റ്റ്യൻസ് അടുത്ത ക്വസ്റ്റ്യനോട് കൂടെ Q&A സെഷൻ ചുരുക്കുകയാണ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ is from ദേവനന്ദന, ഞങ്ങളുടെ ഒരു ജൂനിയർ SPC കാഡറ്റ് ഓഫ് ഗവൺമെന്റ് ഹൈസ്കൂൾ ചെറുതാഴ. ദേവനന്ദന, you are there? Yes sir. Please proceed fast. Good morning ma'am. എൻ്റെ പേര് ദേവനന്ദ സുരേഷ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ GHS ചെറുതാഴത്ത് നിന്നുള്ള വിദ്യാർത്ഥിയാണ്. എനിക്ക് വസുന്ധര മാമിനോടാണ് ചോദ്യം ചോദിക്കേണ്ടത്. മാം, എൻ്റെ ചോദ്യം ഇതാണ്. 2018 പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട യുവാക്കളോട് മാഡം സംസാരിച്ച വീഡിയോ വൈറൽ ആയതാണല്ലോ. അന്നത്തെ സ്പീച്ചിന് പിന്നിലുള്ള പ്രചോദനം എന്തായിരുന്നുവെന്ന് പറയാമോ? Vasuki ma'am, the question is directed to you, madam. Yes, yeah, I was muted. Okay, so unmute I. Yes, I think Devananda adinte marubadi njan already paranju nu thonunnu. But ade angane paranjinte kaaranam ethre ullu. Enakku avade uttri aatkare ആയിരക്കണക്കിലുള്ള ആൾക്കാര് they were displaying their best human spirit. അവരുടെ മനുഷ്യത്വം ഏറ്റവും ഒരു ബെസ്റ്റ് രീതിയിലാണ് അവര് അന്ന് ചെയ്തത്. അവരെല്ലാം ചെയ്തത് തന്നെ അവരുടെ ഹൃദയത്തിൽ നിന്ന് അവര് ഒത്തിരി ഒരു മെനക്കെടൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട
അത്രയും ഒരു വളരെ ഒരു നെഗറ്റീവ് ഒരു ശരിക്കും ഒരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു. നമ്മൾ എല്ലാവരും ആ സമയത്ത് ഒരു സൈഡ് I think there's a connectivity issue with Vasuki ma'am's net connection. Okay. Okay. I'll just take over. Devanandra, you can interact with her directly in the email. We'll help you out in that. Okay. Now, thanks a lot, Santosh sir, and thanks a lot, Vasuki madam. It's indeed a privilege and real honor to have an interaction with both of you as we are ending towards the final session. I just wish to give a personal thanks on behalf of Mission Better Tomorrow. I just invite our mentor, Vijayan sir, to have a few words before I finally hand over the final proceedings to Mr. Saif. Vijayan sir. Thank you, sir. ഇനി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളിൽ സാർ പറഞ്ഞൊക്കെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും സാർ. ഇതുവരെ എടുത്തിരിക്കുന്നതെല്ലാം എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളെല്ലാം സാർ പറഞ്ഞെല്ലാം കൺസിഡർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് സാർ. വിജയൻ വിജയിക്കട്ടെ സാർ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് വിജയിപ്പിക്കാം സാർ. ഓക്കെ, താങ്ക് യു. വാസുകി, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ജോയിനിങ് us. താങ്ക് യു സർ. So we'll meet, sir. I'll call you, sir. Thank you. Thank you. Thank you. എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ. I hand over for the final proceedings back to Mr. Saif. Mr. Saif. Thank you so much. നമുക്ക് അവസാനിപ്പിക്കാനായി വളരെ രസകരമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടേക്ക് അവേഴ്സുമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. അപ്പൊ നമ്മള് അവസാനിപ്പിക്കാറായിട്ടുണ്ട്. വിജയൻ സാർ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് കുറച്ച് കുട്ടികൾ പോലീസിന്റെ പിടിയിലായ സമയത്ത് എല്ലാവരെയും അന്താളിപ്പിച്ചുകൊണ്ട് ഒരു ക്രൈമിന്റെ പിന്നിലുള്ളത് കുറച്ച് കുട്ടികളാണെന്ന് മനസ്സിലായപ്പോ അവിടെ എടുക്കേണ്ട ഒരു തീരുമാനം, നല്ല തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. വളരെ നല്ല ഉത്തരങ്ങള്. കുട്ടികളല്ല അവിടെ പ്രശ്നക്കാര്, മറിച്ച് നമ്മളൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള വളരെ നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് ഉത്തരങ്ങൾ വന്നിരുന്നു. അവിടെ വിജയൻ സാറായിരുന്നു അന്ന് പോലീസ് കമ്മീഷണർ. അപ്പൊ സാറിന്റെ ടീമും എടുത്ത തീരുമാനം എന്തായിരുന്നു എന്ന് വെച്ചാൽ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ നിയമം പരിപാലിക്കുന്ന ആൾക്കാർ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും വരുത്തേണ്ടതില്ല. പക്ഷെ കുട്ടികൾ ഇത്തരത്തിലുള്ള ഒരു ക്രൈമിൽ അകപ്പെട്ടതിന്റെ പിന്നിലുള്ള കുടുംബ സാമൂഹിക പ്രശ്നങ്ങൾ, അത് വൈ എന്നുള്ളത് നമ്മുടെ പോലീസിനെ കൃത്യമായിട്ട് ബോധവൽക്കരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ പ്രത്യേകിച്ച് ടീച്ചേഴ്സും അധ്യാപകരും അതുപോലെ തന്നെ പാരന്റ്സും ഒക്കെ അടുക്കുന്ന സമൂഹത്തിലെ ആളുകളെ കൃത്യമായിട്ട് ബോധവൽക്കരിക്കുക. അത് കുട്ടികളല്ല, ഒരാളും തെറ്റുകാരായി ജനിക്കുന്നില്ല, മറിച്ച് കുടുംബ സാമൂഹിക പശ്ചാത്തലങ്ങളും സാഹചര്യങ്ങളും ഒക്കെയാണ് പലപ്പോഴും കുട്ടികളെ അത്തരത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് അവരുടെ വളരെ കളക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൊണ്ടുവന്ന് കുട്ടികളെ മെന്റർ ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ എന്നാണ് സാറിന്റെ ടീം ഓർഡർ എടുത്ത തീരുമാനം. അങ്ങനെയാണ് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന പദ്ധതി യഥാർത്ഥത്തിൽ രൂപീകരിക്കപ്പെട്ടത്. ORC ആണ് അതിന്റെ ഉത്തരം എന്ന് വരെ കമന്റ് ബോക്സിൽ പലരും ഇട്ടുണ്ടായി. ഇന്ന് യൂണിസെഫിന്റെ സപ്പോർട്ടോടു കൂടി കേരളത്തിന് അകത്തും പുറത്തും ഒരുപാട് ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് ORC വളർന്നു കഴിഞ്ഞു. അപ്പോൾ അതിന്റെ പിന്നിലുള്ള സർ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇടപെടുമ്പോൾ അത് കുട്ടികളെക്കാൾ മുതിർന്നവരാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും എന്നുള്ള ഒരു മെസ്സേജ് ആയിരുന്നു സാർ തരാൻ ശ്രമിച്ചത്. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് ഇന്ദിരാ രാജൻ മേഡത്തെ വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചു. നമസ്കാരം സന്തോഷ് സാർ, നമസ്കാരം വാസുകി മാം, നമസ്കാരം വിജയൻ സാർ, എല്ലാവർക്കും നമസ്കാരം. ഏകദേശം 1 മണിക്കൂറിലധികം നീണ്ടു നിന്ന ഇന്നത്തെ നമ്മളുടെ ഈ സ്പീച്ച് എത്രമാത്രം പ്രശംസിച്ചാലും അത് പോരാ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലായി. കാരണം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് കൂടുതലും തന്നെ കുട്ടികളാണ്. അതായത് സ്വന്തം ജീവിതത്തിൽ കൂടി തന്റെ പ്രവർത്തന മേഖലയിൽ കൂടി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച 2 വ്യക്തിത്വങ്ങൾ, അവരുടെ ജീവിത അനുഭവങ്ങൾ, അതോടൊപ്പം തന്നെ
അവരുടെ പ്രവർത്തന മേഖലയിൽ അവരെ വിജയിക്കുന്നതിന് വേണ്ടി അവരെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, അങ്ങനെയാണ് ആ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്, അതിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്നൊക്കെ വളരെ സരളമായ ഭാഷയിലാണ് ഇവിടെ പറഞ്ഞു മനസ്സിലാക്കിയത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ, ധാരാളം കുട്ടികളുണ്ട്, അതോടൊപ്പം രക്ഷിതാക്കളും. അങ്ങനെ ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വാസുകിമാട് സൂചിപ്പിച്ചു, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെയൊക്കെ ഒരു മനസ്സ് ഏത് തലത്തിലേക്കാണ് പോകുന്നത് എന്നും, എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആകാൻ വേണ്ടി ഇങ്ങനെ കടഞ്ഞു പരിശ്രമിക്കുമ്പോൾ ജീവിത മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നില്ലേ? അത് വീണ്ടെടുത്തുകൊണ്ടുള്ള ഒരു മുന്നോട്ടുള്ള യാത്രയായിരിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം എന്ന വലിയൊരു മെസ്സേജ്. അത് വളരെ സരളമായ ഭാഷയിലാണ് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത്. അതായത് മാഡം ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എല്ലാം തന്നെ ഒന്നും നമുക്ക് മാറ്റി പറയാനില്ല, അതിൽ ഒരു ലൈൻ പോലും മാറ്റി പറയാനില്ല, എല്ലാം വളരെ ശക്തമായ മെസ്സേജുകളാണ്. അതുപോലെ തന്നെ സന്തോഷ് സാറ് അദ്ദേഹത്തിന്റെ 32 വർഷത്തെ ദീർഘമായ സേവനത്തിൽ കൂടി അദ്ദേഹം ആർജിച്ച ആ ഒരു കഴിവ്, സമ്പത്ത് അദ്ദേഹം ഷെയർ ചെയ്തു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെയധികം സ്ട്രൈക്ക് ചെയ്തു. വി ഷുഡ് ബി എ മോഡൽ. അദ്ദേഹത്തിന്റെ അമ്മയെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്തെ അമ്മയുടെ ഒരു പ്രവർത്തന ശൈലി എത്രമാത്രം അദ്ദേഹത്തെ സ്വാധീനിച്ചുവെന്നും അതിൽ കൂടി അദ്ദേഹത്തിന്റെ സ്വഭാവ രൂപീകരണത്തിലെ അത് എത്രമാത്രം പങ്കുവഹിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ, ഈ മക്കൾ എല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്ന മക്കൾക്ക് ഇതൊരു മെസ്സേജാണ്. അച്ഛനമ്മമാരോട് എങ്ങനെ പെരുമാറണമെന്നും അവരിൽ നിന്ന് കിട്ടുന്ന മെസ്സേജുകൾ, അവരിൽ നിന്ന് കാലാകാലങ്ങളിൽ കിട്ടുന്ന എന്തെല്ലാം ഉപദേശങ്ങളുണ്ടോ അതൊക്കെ ശരിയായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യണമെന്നും അത് മാത്രമേ നമ്മളെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുകയുള്ളൂ എന്നോ ഉള്ള വലിയൊരു മെസ്സേജ്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കും വി ഷുഡ് ബി എ മോഡൽ എന്നുള്ള വലിയൊരു മെസ്സേജ്. മാഡത്തിന്റെ പ്രസന്റേഷനിലെ പല അവസരങ്ങളിൽ പെട്ടെന്നെടുത്ത തീരുമാനം മാഡം നിരവധി പ്രാവശ്യം സൂചിപ്പിച്ചു, ഹൃദയത്തിൽ നിന്നെന്നാണ് പറഞ്ഞത്. അതൊരു സത്യം തന്നെയാണ്. നാം ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് മനസ്സിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരികയും അത് ചെയ്ത് വിജയിപ്പിക്കണമെന്നുള്ള ആർജവം ഉണ്ടെങ്കിൽ നമുക്ക് നേട്ടം കൈവരിക്കാൻ കഴിയും. അങ്ങനെ ഒരു ഉറച്ച തീരുമാനമെടുത്ത് നമ്മൾ മുന്നോട്ട് പോകണമെന്നുമായിരുന്നു മാഡത്തിന്റെ പ്രസന്റേഷൻ. എന്തിനു പറയുന്നു, ഒന്നിനൊന്ന് ഞങ്ങളെ ഈ പോസ്റ്റ് 36 എന്ന് പറയുന്നത് ഞങ്ങളുടെ പോസ്റ്റിന്റെ ചരിത്രത്തിൽ എന്താ പൊന്തൂവൽ കൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ഇവിടെ വിശേഷിപ്പിക്കുകയാണ്. അത്രമാത്രം ഭംഗിയായ 2 പ്രസന്റേഷനാണ് 2 വ്യക്തിത്വങ്ങളിൽ നിന്നും കിട്ടിയത്. പിന്നെ പ്രത്യേകമായിട്ട് ഓൺ ബിഹാഫ് ഓഫ് ദി എൻറ്റയർ ടീം ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു അനുമോദിക്കുന്നതിന് പ്രത്യേകമായി നന്ദി പറയുന്നതിന് ഞാൻ എടുക്കുകയാണ്. ഇൻ അഡീഷൻ ടു ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു റിമൈൻഡ് യു വൺ തിങ്. ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായ വിജയൻ സാറിന്റെ വാക്കുകൾ ഓരോ പ്രസന്റേഷനിലും അദ്ദേഹം ആ സബ്ജക്റ്റിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസന്റേഷൻ ഉണ്ടാകാറുണ്ട്. അത് ഒന്നിനൊന്നിന് മെച്ചമാണ്. ഇറ്റ് ഈസ് ആൻ ഐ ഓപ്പണർ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും 1 മണിക്കൂറിലധികം നമ്മൾ ഇവിടെ ഇരുന്നു. എങ്ങനെ ഇത് കടന്നുപോയി എന്നറിയില്ല. എല്ലാവർക്കും നന്ദി പറയുന്നു. അടുത്ത എപ്പിസോഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രശസ്തരായ ഒരു വ്യക്തിയുടെ ഒരു എപ്പിസോഡാണ് വരുന്നത്. എല്ലാവരും, എല്ലാ കുട്ടികളും അത് പങ്കെടുത്ത് അതിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രസന്റേഷനിൽ നിന്നും ആർജവം ഉൾക്കൊള്ളണമെന്ന് അറിയിക്കുന്നതിനും അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. ലെറ്റ് us globalize compassion for our children. അതായിരുന്നു അദ്ദേഹത്തിന്റെ നോബൽ പ്രൈസ് നേടിക്കൊണ്ട് ചെയ്ത സ്പീച്ചിന്റെ ഫസ്റ്റ് പാർട്ടാണ്. അതുപോലെ കുട്ടികൾ അതിന്റെ ഭാഗമാകുക, ആ വാക്കുകൾ കേട്ട് അതിൽ ആർജവം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും എന്റെ ടീമിനെ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, Saif. For national anthem, rise for the national anthem. अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव
शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे, जय 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 हे।